പ്രിയപ്പെട്ടവരെ, ഞാൻ അരവിന്ദ് ആഞ്ചല്ലൂർ. എല്ലാവർക്കും ഇന്നത്തെ സൂപ്പർ നോട്ട്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഹാൾ ടിക്കറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാം നന്നായിട്ട് തന്നെ എഴുതാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ. അതിനായിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മികച്ചൊരു വിജയം കൈവരിക്കാനും ഈ 2025 തന്നെ സർക്കാർ സർവീസിൽ കയറുവാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേരളം സൃഷ്ടിച്ചു, അല്ലെങ്കിൽ തൻ്റെ മഴുവെറിഞ്ഞ് കേരളത്തെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിച്ചു പോരുന്ന ഐതിഹ്യങ്ങളിലൊക്കെ പറയുന്ന മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള സാക്ഷാൽ പരശുരാമനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അല്ലേ, നമുക്കറിയാം പരശുരാമൻ എന്ന പേര് വന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ കയ്യിൽ സദാ ഉള്ള ഒരു ആയുധമാണ് എന്ത്, മഴു എന്ന് പറയുന്നത്. അല്ലെ, മഴുവിന്റെ മറ്റൊരു പേരാണ് എന്ത്, പരശു എന്ന് പറയുന്നത്. അല്ലെ, പരശു, മഴു, അല്ലെ, കോടാലി എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്, ഈ പറയുന്ന ആയുധത്തെയാണ്. അപ്പോൾ പരശു ആയുധമായിട്ടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്തെന്ന് അറിയപ്പെടുന്നു, പരശുരാമൻ എന്ന് അറിയപ്പെടുന്നു. അല്ലെ, നമ്മൾ പറഞ്ഞിരുന്നു മത്സ്യകൂർമ്മ വരാഹശ്ച നാരസിംഹശ്ച വാമന രാമോ രാമശ്ച കൃഷ്ണ കൽക്കി ജനാർദ്ദന. അല്ലെ, അപ്പോ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു കൃതയുഗത്തിൽ അല്ലെങ്കിൽ സത്യയുഗത്തിൽ അവസാനത്തെ അവതാരമായിരുന്നു ആര്, നമ്മുടെ നരസിംഹാവതാരം എന്ന് പറഞ്ഞു. അല്ലെ, ഇനി നമുക്ക് നോക്കേണ്ടത് പരശുരാമന്റെ അവതാരവും ബാക്കി കാര്യങ്ങളുമാണ്. അല്ലെ, അപ്പൊ നോക്കൂ, നമ്മൾ അന്ന് പറഞ്ഞു നിർത്തിയത് അല്ലെ കൃതയുഗത്തിൽ. അപ്പോൾ നമ്മൾ കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം. ഇവിടെ കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗത്തിൽ 4 അവതാരങ്ങൾ നമുക്കറിയാം. ആരൊക്കെയാണ്? മത്സ്യം, പിന്നെയോ കൂർമ്മം, വരാഹം, നരസിംഹം. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, ഈ കൃതയുഗം കഴിഞ്ഞാൽ അടുത്ത് വരുന്ന അല്ലെ ത്രേതായുഗമാണ്. അല്ലെ, ത്രേതായുഗത്തിലെ 3 അവതാരങ്ങളാണ് ആരൊക്കെ? വാമനൻ, പരശുരാമൻ, പിന്നെയോ ശ്രീരാമൻ. കേട്ടോ, ഇതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഓർമ്മിച്ചിരിക്കുക. പിന്നെ ദ്വാപര യുഗത്തിൽ അല്ലെ, ദ്വാപര ബാലൻ എന്നൊക്കെ നമുക്ക് പറയുമ്പോൾ അറിയാമല്ലോ. ദ്വാപര യുഗത്തിലെ അവതാരങ്ങളാണ് ആരൊക്കെ? ബലരാമനും ശ്രീകൃഷ്ണനും. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, കൽക്കിയിൽ അല്ലെ കലിയുഗം, ഏറ്റവും അവസാനത്തെ യുഗമായിട്ടുള്ള കലിയുഗത്തിലാണ് ആര് അവതരിക്കുക? കൽക്കി. അല്ലെ, നമ്മൾ പറയുന്നത് ഇനി അവതരിക്കുന്ന അല്ലെങ്കിൽ അവതരിക്കുമെന്ന് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന ഭഗവാന്റെ ദശാവതാരങ്ങളിൽ 10ാമത്തേതായിട്ട് കണക്കാക്കുന്നതാണ് ഇത് കൽക്കി അവതാരം. അല്ലെ, അപ്പൊ ആദ്യത്തെ 4 അവതാരങ്ങൾ കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗത്തിലും, പിന്നീടുള്ള 3 പേര് അല്ലെ 3 അവതാരങ്ങൾ ത്രേതായുഗത്തിലും. പിന്നെയോ, അപ്പൊ ആ ഒരു അക്ഷരം വെച്ച് തന്നെ ഓർമ്മിക്കുക കേട്ടോ. 3 അല്ലെങ്കിൽ 3 എന്നുള്ള അല്ലെ ത്രേതായുഗത്തിൽ 3 പേര്, ദ്വാപരം അല്ലെ 2 എന്നുള്ള ഇതിൽ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക, അങ്ങനെ ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ചിലപ്പോ ഈ യുഗത്തിലെ അവതാരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, അതുകൂടെ ഒന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗത്തിലെ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ എന്ന് പറയുന്ന ആരൊക്കെയാണ്? മത്സ്യമുണ്ട്, കൂർമ്മമുണ്ട്, വരാഹമുണ്ട്, നരസിംഹമുണ്ട്. ആ ഓർഡർ മറന്നു പോരുത് ഒരിക്കലും. ആദ്യത്തെ അവതാരം മത്സ്യമാണ്, രണ്ടാമത്തേത് കൂർമ്മം ആമയുടെ രൂപത്തിലുള്ളതാണ്, പിന്നെയോ 3ാമത്തേത് വരാഹം പന്നിയുടെ രൂപത്തിലാണ്, 4ാമത്തേത് നരസിംഹാവതാരത്തിലാണ് കേട്ടോ. പിന്നെയാണ് നമ്മൾ രാമോ രാമശ്ച അല്ലെ, ആദ്യത്തെ വാമനനുണ്ട് കേട്ടോ, 5ാമത്തേത് വാമനനാണ്. 6 മുതലാണ് എന്താണ്, രാമോ രാമശ്ച നമ്മൾ പറയുന്നത്. അല്ലെ, ഇവിടെ ആരുണ്ട്? പരശുരാമനുണ്ട്, ശ്രീരാമനുണ്ട്, ബലരാമനുണ്ട്, അത് കഴിഞ്ഞാണ് ആര്? കൃഷ്ണനും, പിന്നെ കൽക്കിയും. അല്ലെ, അപ്പോ വാമനൻ 5ാമത്തെ വാമനൻ, 6ാമത്തെ പരശുരാമനും, 7ാമത്തെ ശ്രീരാമനും. നമ്മുടെ ഈ ഏത് യുഗത്തിലാണ്? ത്രേതായുഗത്തിലാണ്. പിന്നെ വരുന്ന ബലരാമൻ അല്ലെ 8ാമത്തെ, പിന്നെ 9ാമത്തെ കൃഷ്ണനും ദ്വാപര യുഗത്തിലാണ്. പിന്നെയോ കലിയുഗത്തിൽ കൽക്കി മാത്രമാണ് കേട്ടോ. ഇതാണ് ആ ഒരു അവതാരക്രമം, കാലഘട്ടവും ആ ഒരു യുഗം എന്ത് ചെയ്യുക, ഓർമ്മിക്കുക. നമ്മുടെ പൂന്താനത്തിന്റെ ആ ഒരു വരികളിൽ പറയുന്നുണ്ടല്ലോ, യുഗം 4 നല്ലു കലിയുഗം എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഒരു സത്യയുഗത്തിലൊക്കെ ഏറ്റവും സത്യധർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അത്രയും കൂടി നിന്നൊരു കാലഘട്ടമാണ്. പിന്നെ അത് കുറഞ്ഞു വരുന്നു എന്ത് ചെയ്യുന്നുണ്ട്, പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് നിൽക്കട്ടെ. അപ്പോ വിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ് പരശുരാമൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രാമത്തെ അവതാരമാണ്? 6ാമത്തെ അവതാരമാണ് പരശുരാമൻ. അപ്പോ ഈ 6ാമത്തെ അവതാരമായിട്ടുള്ള പരശുരാമൻ ജനിച്ച ദിവസം തന്നെയാണ് എന്ത്, പരശുരാമ ജയന്തിയായിട്ട് ആചരിക്കുന്നത്. ഏത് ദിവസമാണെന്ന് വെച്ചാൽ വൈശാഖ മാസത്തിലെ തൃതീയയാണ് കേട്ടോ. വൈശാഖ മാസത്തിലെ തൃതീയയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പരശുരാമ ജയന്തി ആചരിക്കുന്നത്. നമ്മുടെ അതില് അക്ഷയ തൃതീയ ഉണ്ടല്ലോ, അക്ഷയ തൃതീയയും ഈ പരശുരാമ ജയന്തി എല്ലാം ഒരു ദിവസം തന്നെയാണ് കേട്ടോ. അക്ഷയ തൃതീയയും പരശുരാമ ജയന്തിയും എന്ത് തന്നെയാണ്, ഒരേ ദിവസം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു വിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമാണ് പരശുരാമൻ എന്ന് പറഞ്ഞു. പരശുരാമന്റെ ഇതിഹാസം ത്രേതായുഗം മുതലുള്ളതാണെന്ന് ചെയ്തു നമ്മൾ പറഞ്ഞു കേട്ടോ. അപ്പോ നമ്മൾ ഇനി കുറച്ച് കാര്യങ്ങളോട് എന്ത് ചെയ്യാൻ ഇതിന്റെ അനുബന്ധം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു പോവാം. ജമദഗ്നിയുടെയും രേണുകയുടെയും പുത്രനാണ് ആര്?
ജമദഗ്നിയുടെയും രേണുകയുടെയും പുത്രനാണ് നമ്മൾ ഈ പറയുന്ന പരശുരാമൻ അല്ലെ. ജാമദഗ്നി എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ പറയുന്ന ഭഗവാനെ പരശുരാമനുണ്ടല്ലോ, പരശുരാമന്റെ ഒരു അവതാര ഉദ്ദേശം എന്ന് പറയുന്നത് കാർത്തവീര്യാർജുനെ വധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ശല്യം സഹിക്കാൻ വയ്യാതെയാണ് എന്ത് ചെയ്യുന്നത്, ഭഗവാനോട് ഭൂമിദേവി ആ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ പരശുരാമനായിട്ട് അവതാരം എടുത്ത് എന്ത് ചെയ്യാം, വധിച്ചുകൊള്ളാമെന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ജമദഗ്നി രേണുകയുടെയും പുത്രനായിട്ടാണ് ആര് ജനിക്കുക, നമ്മുടെ പരശുരാമൻ ജനിക്കുക. അവർക്ക് മറ്റു മക്കളൊക്കെ ഉണ്ട്. അങ്ങനെ കുഞ്ഞിലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അതിസമൃദ്ധമായിട്ട് പഠിക്കുമ്പോൾ മഹാദേവനാണ് നമ്മൾ ഈ കാണുന്ന പരശുരാമന് സമ്മാനമായിട്ട് നൽകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരശു ആയുധമായിട്ട് കുഞ്ഞിലെ തന്നെ ലഭിച്ചത് മുതലാണ് പേരെന്താകുന്നത്, പരശുരാമനായിട്ട് മാറുന്നത്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ എന്തോ ഒരു ഒരു ഘട്ടത്തിൽ ജമദഗ്നി മഹർഷി എന്ത് ചെയ്യുന്നുണ്ട്, ഭാര്യയുമായിട്ട് വഴക്കിട്ടൊരു ദേശ സമയത്ത് എന്ത് ചെയ്യുന്നു, മക്കളോടായിട്ട് ഭാര്യയുടെ തല ഛേദിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ മക്കളും മാറി നിൽക്കും. ലാസ്റ്റ് പരശുരാമന്റെ ഊഴ എത്തുമ്പോൾ പരശുരാമൻ ഒരു ചോദ്യം ചോദിക്കും, ഞാനിത് ചെയ്യുകയാണെങ്കിൽ അച്ഛൻ എനിക്ക് എന്താണ് നൽകുക എന്ന് ചോദിക്കുമ്പോൾ, നീ എന്ത് ചോദിച്ചിരുന്നാലും ഞാൻ എന്ത് ചെയ്യും, നൽകുമെന്ന് പറയുന്നു കേട്ടോ. പറയുന്ന മാത്രയിൽ തന്നെ പരശുരാമൻ എന്ത് ചെയ്യുന്നുണ്ട്, ജമദഗ്നിയുടെ ഭാര്യയുടെ അല്ലെ സ്വന്തം അമ്മയുടെ തല എന്ത് ചെയ്യുന്നു, ഛേദിച്ച് മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഇതില് സന്തുഷ്ടനായിട്ടുള്ള ജമദഗ്നി നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയുകയാണ്, എന്റെ അമ്മയെ പുനർജീവിക്കുക എന്ന് എന്ത് ചെയ്യുന്നു, ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ആ ഒരു കഥയൊക്കെ അതിലുണ്ട്. രണ്ടാമതായിട്ട് ക്ഷത്രിയ വംശത്തെ മുഴുവൻ എന്ത് ചെയ്തു, ആ ഒരു കുലം മുഴുവൻ പരശുരാമൻ കൊന്നു ഒടുക്കുന്നുണ്ട് കേട്ടോ. ക്ഷത്രിയരെ മുഴുവൻ വധിക്കുമെന്നൊരു ശപഥം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പരശുരാമൻ എല്ലാവരെയും വധിച്ച് ആ ഒരു കർമ്മം ചെയ്യുന്നത്. നമ്മുടെ ജമദഗ്നിയുടെ മഹർഷിയുടെ ആശ്രമത്തിൽ കാമധേനു എന്ന് പറയുന്ന നമുക്കറിയാവുന്ന ഒരു പശുവുണ്ട്. അപ്പോൾ കാർത്തവീര്യാർജുനൻ ഒരിക്കൽ എന്ത് ചെയ്യുന്നു, ഈ മുനിയുടെ ആശ്രമത്തിൽ എത്തുമ്പോൾ അദ്ദേഹത്തിനെ വേണ്ട രീതിയിൽ ഏറ്റവും നന്നായിട്ട് തന്നെ ആര് സൽക്കരിക്കുന്നു, ജമദഗ്നി മഹർഷി സൽക്കരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഉറവിടം അന്വേഷിക്കുമ്പോൾ എന്താണ്, കാമധേനു എന്ന പശു എന്താവശ്യപ്പെടുമ്പോഴും നൽകുന്നു കണ്ടിട്ട് വളരെ സൂത്രശാലിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സമർത്ഥമായിട്ട് ജമദഗ്നി മഹർഷിയോട് എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. ആ ഒരു കാമധേനുവിനെ എനിക്ക് നൽകാനായിട്ട് ആരാവശ്യപ്പെടുന്നുണ്ട്, കാർത്തവീര്യാർജുനൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് മുനി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അതിനായിട്ട് വഴങ്ങുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് കാമധേനുവിനെ എന്ത് ചെയ്യുന്നുണ്ട്, പിടിച്ചു കെട്ടി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ജമദഗ്നി മഹർഷി തടയാൻ ശ്രമിക്കുകയും ആ സമയത്ത് ജമദഗ്നി മഹർഷിയെ വധിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, കാർത്തവീര്യാർജുനൻ കാമധേനുമായിട്ട് എന്ത് ചെയ്യുന്നു, കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പരശുരാമൻ വരുമ്പോൾ തന്റെ അച്ഛന്റെ ഒരു മരണം അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ തന്റെ അമ്മ അതിൽ പറയുന്ന 21 തവണ ലോകം ചുറ്റി ക്ഷത്രിയ നാശം വരുത്തി എന്നാ പറയുന്നത്. അതിന് പിന്നിൽ പറയുന്ന മറ്റൊരു കാര്യം, 21 തവണ രേണുക, അമ്മയായിട്ടുള്ള രേണുക മാർത്തടിച്ചിട്ട് അല്ലെ തന്റെ ഭർത്താവിനെ കൊന്ന അവരെ വധിക്കണമെന്ന് പറഞ്ഞ് 21 പ്രാവശ്യം മാറിലടിച്ചു കരഞ്ഞു എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയപ്പെടുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും 21 തവണ ഇങ്ങനെ ലോകം ചുറ്റിയിട്ടാണ് എന്ത് ചെയ്ത് പരശുരാമൻ ഈ ക്ഷത്രിയ വംശത്തെ മുഴുവൻ കൊന്നൊടുക്കിയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കൊന്നൊടുക്കിയതിനു ശേഷം ഒരു പാപ പരിഹാരം എന്നോണം എന്ത് ചെയ്യുന്നുണ്ട്, സകല ഭൂമികളും ആർക്ക് ദാനം ചെയ്യുന്നു, ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയാണ് ഈ പാപത്തിൽ നിന്നും ഇത് ചെയ്യാനായിട്ട്. പിന്നെ അച്ഛന്റെ ഒരു പിതൃതർപ്പണം ഒക്കെ നടത്തുന്നുണ്ട്, അച്ഛന് മോക്ഷം കിട്ടുവാനായിട്ട്. ഈ ക്ഷത്രിയ രക്തം തളം കെട്ടി നിർത്തി അതിനകത്താണ് ചെയ്തതെന്നാണ് കേട്ടോ പറയപ്പെടുന്നതൊക്കെ ഒരു കഥകളില്. അങ്ങനെ മുഴുവൻ ദാനം ചെയ്തതിനു ശേഷം പരശുരാമന് തപസ്സനുഷ്ഠിക്കാനായിട്ട് സ്ഥലമില്ല എന്ന് പറയുകയാണ്. കാരണം ദാനം ചെയ്ത ഭൂമിയിൽ ഒരിക്കലും പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല, തപസ്സനുഷ്ഠിക്കാൻ പാടില്ല അല്ലെ, താൻ ദാനം ചെയ്ത വസ്തുക്കളാണല്ലോ, പിന്നെ അതിൽ തനിക്കൊരു അവകാശമില്ല എന്നാണ്. അങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് വരുണൻ എന്ത് ചെയ്യുന്നു, ജലദേവനായിട്ടുള്ള വരുണൻ പരശുരാമനോട് പറയുകയാണ്, എന്ത് ചെയ്യുക, നിന്റെ ആ ഒരു മഴു എറിയുന്ന അത്രയും ഭാഗം ഞാൻ എന്ത് ചെയ്യാം, ഒഴിഞ്ഞു തരാം, അത്രയും ഭാഗം എന്ത് ചെയ്യും, തപസ്സനുഷ്ഠിക്കാനായിട്ട് എന്ത് ചെയ്യുക, എടുത്തുകൊള്ളുക എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ പരശുരാമൻ മഴു എറിഞ്ഞ സമയത്ത് അല്ലെ ആ ഭാഗത്തു നിന്നും ഇനി തെക്ക് കന്യാകുമാരി അല്ലെ അതിനടുത്ത് വരെ എന്ത് ചെയ്തു, ഈ മഴ വന്ന് വീഴുകയും അത്രയും ഭാഗം എന്ത് ചെയ്തു, കേരളമായിട്ട് അല്ലെ, അങ്ങനെ ഈ ജലം വഴിമാറിയിട്ട് കേരളമായി എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പറയപ്പെടുന്നത്. പുരാണ കഥകളാണ്, അതിന്റെ ഒരു ഐതിഹ്യങ്ങളായിട്ടൊക്കെ പറയപ്പെടുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തിൽ കേരളം സൃഷ്ടിച്ചു എന്നും തന്നെ മഴ കൊണ്ട് അല്ലെ അങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. പരശുരാമൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമാണ്. ജമദഗ്നിയുടെയും രേണുകയുടെയും പുത്രനാണ്. പിന്നെയോ നമ്മുടെ വൈശാഖ മാസത്തിലെ അല്ലെ തൃതീയ നാളിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് പരശുരാമ ജയന്തി ആചരിക്കുന്നത് അല്ലെ. അക്ഷയ തൃതീയ എന്ന് പറയുന്ന ദിവസവും പരശുരാമ ജയന്തിയും എല്ലാം ഒരു ദിവസം തന്നെയാണ്. കൃതയുഗത്തിലെ 4 അവതാരങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ പറയുന്നത് പരശുരാമ അവതാരം നടക്കുന്ന ഏത് യുഗത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ത്രേതായുഗത്തിലാണ് കേട്ടോ. ത്രേതായുഗത്തിലെ 2ാമത്തെ അവതാരമാണ് മഹാവിഷ്ണുവിന്റെ 2ാമത്തെ അവതാരവും. ദശാവതാരങ്ങളിൽ 6ാമത്തെ അവതാരവുമാണ് ആരുടേത്, പരശുരാമന്റേത് കേട്ടോ.
അപ്പോൾ പരശുരാമനുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം നമുക്കറിയാമല്ലോ, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം നമ്മുടെ പരശുരാമനുമായി ബന്ധപ്പെട്ട അതിപ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ്. അപ്പോൾ പ്രീവിയസിൽ അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മിക്കുക. തിരുവല്ലം ഒരു ക്ഷേത്രത്തിനകത്ത് ബലി പിണ്ടാദി കർമ്മ ക്രിയകളൊക്കെ നടക്കുന്ന ക്ഷേത്രമാണ് ഏത്? തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം അല്ലെ. തിരുവല്ലവുമുണ്ട്, തിരുവല്ലയുമുണ്ട് കേട്ടോ. ഒരിക്കലും തിരിഞ്ഞു പോകരുത്. ഇവിടെ തിരുവല്ലമാണ് കേട്ടോ. തിരുവനന്തപുരത്തുള്ള തിരുവല്ലമാണ് ഇത്. ഈ തിരുവല്ലയിലെ ഇത് തിരുവല്ലാഴപ്പനാണ് കേട്ടോ. തിരുവല്ലാഴപ്പനാണ്, മഹാവിഷ്ണുവിൻ്റെ തന്നെയാണ്. നമ്മുടെ മലയൻകീഴും തിരുവല്ല വല്ലഭ ക്ഷേത്രത്തിലെയും പ്രതിഷ്ഠ എന്ത് തന്നെയാണ്? തിരുവല്ലാഴപ്പനാണ്. വളരെ ഭംഗിയുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ തിരുവല്ല. ഓക്കെ, നോക്കൂ, തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ അപ്പോൾ നമുക്ക് പോയി കഴിഞ്ഞാൽ അല്ലെ, നമ്മുടെ പരശുരാമന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും. മുഴുക്കാപ്പൊക്കെ ചാർത്തിയിട്ട് ഈ മഴയോടുകൂടി ഭഗവാൻ ഏറ്റവും ഭംഗിയായിട്ട് അലങ്കരിക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും മുടങ്ങാതെ എന്ത് നടക്കുന്നുണ്ട്? നമ്മുടെ ഈ പറയുന്ന പിണ്ടോദക ക്രിയകൾ, ബലികർമാദികൾ ഇത്യാദി മുതലായവ എവിടെ നടക്കുന്നുണ്ട്? ക്ഷേത്ര മതിൽക്കകത്ത് നടക്കുന്നുണ്ട് കേട്ടോ. നിരവധി ആൾക്കാരാണ് ദിവസവും വരുന്നത്. പിന്നെയോ നമ്മുടെ ഈ മരിച്ചുപോയവർക്ക് അല്ലെ, നമ്മുടെ ഈ ബലിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അവിടെ നടത്തുന്ന മറ്റൊരു ചടങ്ങാണ് എന്ത്? തിലഹോമം അല്ലെ. തിലഹോമം എന്ന് പറയാ അറിയാലോ, തിലം എന്ന് പറഞ്ഞാൽ എള്ളാണ് കേട്ടോ. എള്ളു കൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ മരിച്ചവരുടെ പേരും മരിച്ച ദിവസത്തെ നാളും കൂടെ പറയുമ്പോൾ എള്ളുകൊണ്ട് ഹോമകുണ്ടത്തിലേക്ക് എള്ളും നെയ്യും കൂടെ ചേർത്ത് എന്ത് ചെയ്യാറുണ്ട്? പരികർമ്മി ആ ഒരു ചടങ്ങ് തിലഹോമം എന്ന് പറഞ്ഞ് നടത്താറുണ്ട്. പിന്നെ അവിടെ ഭഗവാന് ഇഷ്ടപ്പെട്ട ഒരു നൈവേദ്യമാണ് പാൽപ്പായസം നേദിക്കുക കേട്ടോ. തിരുവല്ലം ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് കേട്ടോ പാൽപ്പായസമൊക്കെ നേദിക്കുക. പാൽപ്പായസം വെള്ളച്ചോറൊക്കെ നേദിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ അമ്പലത്തറയ്ക്കൊക്കെ അടുത്തായിട്ട് അല്ലെ തിരുവല്ലം. ആ ഒരു തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, ആ സ്ഥലത്തിന്റെ പേര് തിരുവല്ലമാണ് കേട്ടോ. അപ്പൊ അതെന്ത് ചെയ്യുക, പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനകത്ത് നല്ല വരുമാനമുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ അടുത്ത് നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് എന്ത്? അമ്പലവാസികൾ എന്ന് പറയുന്നത് കേട്ടോ. അമ്പലവാസികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഈ കൂടൽമാണിക്യ സ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ, ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യ സ്വാമി ക്ഷേത്രത്തില് ഈ അമ്പലവാസികളൊക്കെ ചേർന്ന് നടത്തുന്ന ഒരു സദ്യയൊക്കെ ഉണ്ട് കേട്ടോ. ഉത്സവവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു അവരുടേതായിട്ട് ഒരു രീതിയിലൊക്കെ ചെയ്യുന്നതുണ്ട് കേട്ടോ. അപ്പൊ പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, ഈ അമ്പലവാസികൾ എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ വിവിധ വിഭാഗക്കാർ, അമ്പലവാസികളിലെ 15ഓളം വിഭാഗങ്ങളുണ്ട്. ഓരോ വിഭാഗങ്ങളെയും നമ്മൾ പഠിച്ചിരിക്കണം. അവരുടെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അവരുടെ കഴകവൃത്തി എന്താണെന്ന് കൂടെ എന്ത് ചെയ്തിരിക്കണം, നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണോ? അപ്പോൾ ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യുകയാണ്, ചർച്ച ചെയ്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, ഒരു അമ്പലവാസികൾ നമ്മൾ ഇന്ന് നോക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്? അമ്പലവാസികൾ. അപ്പോൾ ആദ്യം നമ്മൾ പഞ്ചാക്ഷരി മന്ത്രത്തെക്കുറിച്ചും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി. രണ്ടാമതായിട്ട് നമ്മൾ പരശുരാമ ജയന്തി അല്ലെ, ദശാവതാരങ്ങളിലെ ഒരു അവതാരത്തിന്റെ അവതാര ദിവസവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ചർച്ച ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എന്ത്? അമ്പലവാസികൾ അല്ലെ. നോക്കിക്കോളൂ, ക്ഷേത്രങ്ങളിൽ ക്ഷേത്രപ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്ന വിഭാഗക്കാർ പൊതുവായി അറിയപ്പെടുന്ന പേരാണ് എന്ത്? അമ്പലവാസികൾ. ഓക്കെ അല്ലേ? 15 ജാതികൾ ഉൾക്കൊള്ളുന്നതാണ് ഈ വിഭാഗം. അപ്പൊ അമ്പലവാസികൾ എന്ന് പറയുന്നത് 15 ജാതിക്കാർ അല്ലെ. 15 ജാതിക്കാർ എന്ന് ഉദ്ദേശിച്ച് 15 ജാതികളാണ് കേട്ടോ. ഇതിനകത്തെ ഉപവിഭാഗങ്ങൾ പോലെ വരുന്നതാണ് എന്ത്? ഈ പറയുന്ന അമ്പലവാസികളിലെ വിവിധ വിഭാഗക്കാർ. നോക്കൂ, ഒന്ന് പുഷ്പക ഉണ്ണി. നമ്മൾ അമ്പലവാസികളിലെ ഓരോന്നായിട്ട് എന്ത് ചെയ്യുകയാണ്, എടുത്ത് നോക്കാൻ പോവുകയാണ്. പുഷ്പക ഉണ്ണി എന്ന് പറയുന്നത് പൂണൂൽ ധാരികളാണ്. നമുക്കറിയാലോ, പൂണൂൽ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ ധരിക്കുന്നതാണ് അല്ലെ. നമ്മുടെ ചാക്യാർ കൂത്തിലൊക്കെ നമ്മൾ പറഞ്ഞ അല്ലെ, ആ ഒരു വെള്ള നൂൽ അല്ലെ, അത് ധരിക്കുന്നതാണ് എന്ത്? അതിനെയാണ് പൂണൂൽ എന്ന് പറയുക. ബ്രാഹ്മിൻസ് ആണ് കൂടുതൽ അത് ധരിക്കുക. ഓക്കെ, അപ്പോൾ ഈ പുഷ്പക ഉണ്ണിമാർ എന്ത് ചെയ്യുന്നുണ്ട്? പൂണൂൽ ധരിക്കാറുണ്ട്. ക്ഷേത്ര ആരാധനയ്ക്ക് വേണ്ട പൂക്കൾ ശേഖരിച്ച് മാല നിർമ്മിക്കുക. നോക്കൂ, അവരുടെ ഒരു വൃത്തി അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ് എന്താ? ക്ഷേത്രാരാധനയ്ക്ക് വേണ്ട പൂക്കൾ പറിച്ചിട്ട് എന്ത് ചെയ്യണം? മാലകൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെയോ നിവേദ്യ വസ്തുക്കൾ തയ്യാറാക്കി കൊടുക്കുക. ഓക്കെ ആണോ? അപ്പോൾ മാല ഇരിക്കണം, പിന്നെയോ പൂണൂൽ ധരിച്ചിട്ടുണ്ടാവും, നിവേദ്യ വസ്തുക്കൾ തയ്യാറാക്കി കൊടുക്കുക. ഏകദേശം ബ്രാഹ്മിൻസിന്റെ ഒരു ജോലി തന്നെയാണ്. വിളക്കൊരുക്കേണ്ടതായിട്ടുണ്ട്, എഴുന്നള്ളത്തിന് വിളക്കെടുക്കേണ്ടതായിട്ടുണ്ട്, ക്ഷേത്രങ്ങളിലെ പുഷ്പാലങ്കാരം നടത്തുക, എഴുന്നള്ളത്തിന് വിഗ്രഹം ചുമക്കുക എന്നിവയാണ് കുലത്തൊഴിൽ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പുഷ്പക ഉണ്ണി നമ്മുടെ അമ്പലവാസികളിലെ ഒരു വിഭാഗക്കാരാണ് പുഷ്പക ഉണ്ണി എന്ന് പറയുന്നത്. പുഷ്പക ഉണ്ണി എന്ന് പറയുന്ന വിഭാഗത്തിലുള്ളവർ പൂണൂൽ ധരിച്ചിട്ടുണ്ടാകും. പിന്നെയോ ഇവരുടെ ഒരു പ്രവൃത്തികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജോലികൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ക്ഷേത്ര ആരാധനയ്ക്ക് വേണ്ടുന്ന പുഷ്പങ്ങൾ അല്ലെ,
പൂക്കൾ ശേഖരിച്ചിട്ട് എന്ത് ചെയ്യുക, മാല ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നിവേദ്യ വസ്തുക്കൾ തയ്യാറാക്കി കൊടുക്കണം. പ്രതിഷ്ഠ എഴുന്നള്ളിക്കുമ്പോൾ അല്ലെ വിളക്കെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ വിഗ്രഹം എഴുന്നള്ളിക്കുമ്പോൾ വിഗ്രഹം ചുമക്കേണ്ടതായിട്ട് വരും. ക്ഷേത്രങ്ങളിലെ പുഷ്പാലങ്കാരങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. ഇതൊക്കെ ആരുടെ കുലത്തൊഴിലാണ്? നമ്മുടെ പുഷ്പക ഉണ്ണിയുടെ കുലത്തൊഴിലാണ്. നോക്കൂ, പൂജാവിധികളും താന്ത്രിക വിധികളും അഭ്യസിച്ചവരുമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം എന്ത് തന്നെയാണ്, ബ്രാഹ്മണരുടെ അതേ ഒരു വൃത്തി തന്നെയാണ് ആർക്കും ഇവിടെ ഇവർക്കും വരുന്നത് കേട്ടോ. അപ്പൊ പൂജാവിധികൾ താന്ത്രിക വിധികൾ അഭ്യസിച്ചവരുമാണ് ആര്? പുഷ്പക ഉണ്ണിമാരെന്ന് അറിയപ്പെടുന്നത്. വേദഗ്രന്ഥങ്ങളും സംസ്കൃതവും പഠിപ്പിക്കാനുള്ള അവകാശം ലഭിച്ചിട്ടുണ്ട് അല്ലെ. വേദഗ്രന്ഥങ്ങളും സംസ്കൃതവും പഠിപ്പിക്കാനുള്ള, അപ്പോൾ ഇവര് നമ്മൾ പറഞ്ഞല്ലോ തന്ത്രമന്ത്രാദി വിദ്യകളൊക്കെ ഇവർ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം അത് പഠിപ്പിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? പുഷ്പക ഉണ്ണിമാർക്ക് അനുവദിച്ചിട്ടുണ്ട്. ഷോഡശ സംസ്കാരമുള്ള ജാതിയാണ് കേട്ടോ. ഈ ഷോഡശ സംസ്കാരം എന്ന് പറയുന്നത് 16 തരത്തിലുള്ള ആചരണങ്ങളാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു കുഞ്ഞ് അല്ലെ ഗർഭസ്ഥാവസ്ഥയിൽ ഉള്ളത് മുതൽ നടത്തുന്ന കുറെ ചടങ്ങുകളുണ്ട്. ഹോമങ്ങളും രക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ കുട്ടി ജനിച്ചതിന് ശേഷം നടത്തുന്ന ചോറൂണ്, നാമകരണം, പിന്നെ കുട്ടിയുടെ ഓരോ ഘട്ടങ്ങളിലായിട്ട്, അങ്ങനെ 16 ഘട്ടങ്ങളായിട്ട് നടത്തുന്ന ഒരു രീതികളുണ്ട്, ആചരണ രീതികളുണ്ട്. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ടാത്തത് കൊണ്ടാണ് ഞാനിവിടെ പറയാത്തത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. 16 തരത്തിലുള്ള അത്തരത്തിലുള്ള കടന്നു പോകുന്ന വിവിധ ഘട്ടങ്ങളിലെ ഒരു രീതികളാണ് അതൊക്കെ. അവസാനമായിട്ട് വാനപ്രസ്ഥത്തിൽ വരും. നമുക്കറിയാലോ ചതുരാശ്രമങ്ങൾ എന്ന് പറയുന്ന ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, അതൊക്കെ എന്തില്ലോ ഈ നമ്മുടെ ഈ ഷോഡശ സംസ്കാരത്തിൽ അതൊക്കെ കടന്നു വരും. അപ്പോ അത്തരത്തിൽ ഷോഡശ സംസ്കാരമുള്ള ജാതിയാണ് ഏത്? പുഷ്പക ഉണ്ണി എന്ന് പറയുന്നത്. ഇനി ഇവരിലെ സ്ത്രീകളെ പുഷ്പിണി അല്ലെങ്കിൽ ആത്തേരമ്മ എന്ന് വിളിക്കുന്നു. നോക്കൂ, അപ്പോൾ പുഷ്പക ഉണ്ണി എന്ന് പറയുന്ന വിഭാഗത്തിലെ സ്ത്രീകളെ വിളിക്കുന്ന പേരാണ് പുഷ്പിണി അല്ലെങ്കിൽ ആത്തേരമ്മ അല്ലെ. പുഷ്പക ഉണ്ണി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. എന്താണ്? പുഷ്പിണി അല്ലെങ്കിൽ ആത്തേരമ്മ എന്ന് വിളിക്കുന്നു. ഇനി പുരുഷന്മാർക്ക് പേരിനോടൊപ്പം ഉണ്ണി, ശർമ്മ, നമ്പി എന്നൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ചേർക്കാം കേട്ടോ. നമ്മള് ഈ വടക്കോട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ ഒരു കുറച്ച് പേരിനോടൊപ്പം വാലായിട്ട് ഈ വരുന്നതൊക്കെ എന്താണ്, ഈ ഒരു വിഭാഗത്തെ സൂചിപ്പിക്കുന്നതിനായിരിക്കാം കേട്ടോ. നമ്പി എന്ന് പറയുക അല്ലെ, രാമൻ നമ്പി, അഗ്നി ശർമ്മ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ എന്താണ്, ഇവരുടെ ഈ ഒരു അമ്പലവാസി വിഭാഗത്തിന്റെ ആ ഒരു വിഭാഗത്തെ കുറിക്കുന്ന വാൽത്തുമ്പുകളാണ് കേട്ടോ ഇതൊക്കെ. ഇനി നോക്കൂ, പിതൃദായക ക്രമം അഥവാ മക്കത്തായം എന്ത് ചെയ്യുന്നു? പിന്തുടരുന്നത്. നമുക്കറിയാലോ പണ്ട് കാലത്തില് മക്കത്തായുണ്ട്, മരുമക്കത്തായുണ്ട്. അപ്പൊ പുഷ്പക ഉണ്ണിമാരിൽ എന്തു തന്നെയാണ് കണ്ടുവരുന്നത്? മക്കത്തായ സമ്പ്രദായം തന്നെയാണ് നടന്നു വരുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അമ്പലവാസികളിലെ 15ഓളം വരുന്ന വിഭാഗങ്ങളിലെ ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു വിഭാഗമാണ് ഏത്? നമ്മൾ ഈ പറയുന്ന പുഷ്പക ഉണ്ണി എന്ന് പറയുന്നത് അല്ലെ. അപ്പോ അതിനകത്ത് എന്താണ്? പുഷ്പക ഉണ്ണി അവരെന്ത് ചെയ്യുന്നുണ്ട്? പൂണൂൽ ധരിക്കുന്നുണ്ട്. പിന്നെയോ ക്ഷേത്ര ആരാധനയ്ക്ക് വേണ്ടുന്ന പൂക്കൾ സമർപ്പിക്കുന്നത് ആരാണ്? ക്ഷേത്ര ആരാധനയ്ക്ക് വേണ്ടുന്ന പൂക്കൾ ശേഖരിച്ച് മാല നിർമ്മിക്കുന്നതാണ് ഇവരുടെ ജോലി. നിവേദ്യ വസ്തുക്കൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെയോ വിളക്കൊരുക്കേണ്ടതായിട്ടുണ്ട്. എഴുന്നള്ളത്തിന് വിളക്കെടുക്കണം. വിഗ്രഹം എഴുന്നള്ളിക്കുമ്പോൾ ചുമക്കേണ്ടതായിട്ട് വരും. പിന്നെയോ ഇവർക്ക് പൂജാരീതികളൊക്കെ പഠിക്കാം. പൂജാവിധികളും താന്ത്രിക വിദ്യകളും ഇവർ അഭ്യസിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ അത് പഠിപ്പിക്കാനുള്ള അവകാശം, വേദഗ്രന്ഥങ്ങൾ, സംസ്കൃതം എന്നിവ പഠിപ്പിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? പുഷ്പക ഉണ്ണിമാർക്കുണ്ട്. ഷോഡശ സംസ്കാരമുള്ള ജാതിയാണ്. ഇവരിലെ സ്ത്രീകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പുഷ്പിണി അല്ലെങ്കിൽ ആത്തേരമ്മ എന്ന് വിളിക്കാം. പുഷ്പിണി അല്ലെങ്കിൽ ആത്തേരമ്മ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഉണ്ണി, ശർമ്മ, നമ്പി എന്നിവ പേരിനോട് എന്ത് ചെയ്യാം? ചേർക്കാം. ഓക്കെ അല്ലേ? പിന്നെയോ പിതൃദായക ക്രമം അല്ലെങ്കിൽ മക്കത്തായം പിന്തുടരുന്ന ഒരു വിഭാഗമാണ് പുഷ്പക ഉണ്ണി എന്ന് പറയപ്പെടുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ ഈ പറഞ്ഞു പോകുമ്പോൾ തന്നെ കൂടെ എന്ത് ചെയ്യുക, വായിച്ചത് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി പോവുക കേട്ടോ. ഇനി നോക്കൂ, നമ്പീശൻ രണ്ടാമത്തെ വിഭാഗമാണ് ഏത്? നമ്പീശൻ എന്ന് പറയുന്നത്. നോക്കൂ, പൂണൂൽധാരികൾ തന്നെയാണ് എന്താ നമ്പീശൻ എന്ന് പറയുന്നത് അല്ലെ. നമ്പീശനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പല ഭാഗത്തായിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്പീശന്റെ കഥകളും അതുപോലെ തന്നെ പല ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോ പുഷ്പക ഉണ്ണി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നോക്കുന്നത് നമ്പീശനാണ്. നമ്പീശൻ എന്ത് തന്നെയാണ്? പൂണൂൽ ധരിച്ചിട്ടുള്ളവരാണ്. നമ്പീശന്മാരെ പൂണൂൽധാരികളാണ്. പുഷ്പക ഉണ്ണികളെ പോലെ ക്ഷേത്ര കഴക പ്രവൃത്തി തന്നെയാണ് ആരുടെയും കുലത്തൊഴിൽ? നമ്പീശന്മാരുടെയും കുലത്തൊഴിൽ. നമ്മൾ ഈ പറയുന്ന എന്തു തന്നെയാണ്, ഇപ്പൊ മാലകെട്ടൽ വരാം, വിഗ്രഹങ്ങളുടെ അല്ലെ ഒരുക്കാനുള്ള മാലകെട്ട, നിവേദ്യ വസ്തുക്കളൊക്കെ ഒരുക്കാനും, വിളക്കൊരുക്കാനും, ഭഗവാനെ എഴുന്നള്ളിക്കുമ്പോൾ വിളക്കെടുക്കാനും, ഭഗവാനെ എഴുന്നള്ളിക്കുമ്പോൾ നമുക്ക് അതൊക്കെ എന്ത് തന്നെയാണ്? പുഷ്പക ഉണ്ണിമാരുടെ അതേ രീതിയിൽ ക്ഷേത്ര കഴക പ്രവൃത്തികൾ ആർക്കും അവകാശമാണ്, അല്ലെങ്കിൽ ആരുടെയും കുലത്തൊഴിൽ പോലെ ചെയ്യുന്നതാണ്. നമ്പീശന്മാരും ചെയ്യുന്നവരാണ്. ഓക്കെ അല്ലേ? എന്നാൽ വേദാവകാശമില്ല കേട്ടോ. വേദം പഠിക്കുവാനുള്ള അവകാശം ആർക്കില്ല? നമ്പീശന്മാർക്കില്ല കേട്ടോ. വേദം പഠിക്കുവാനുള്ള അവകാശം ആർക്കില്ല? നമ്പീശന്മാർക്ക് ഇല്ല.
നോക്കൂ, അധ്യാപന വൃത്തിയും ചെയ്തിരുന്നു. പഠിപ്പിക്കാൻ കേട്ടോ, പഠിപ്പിക്കാനൊക്കെ അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ഇവരെന്ത് ചെയ്യും? ക്ഷേത്ര കഴക പ്രവൃത്തികളോടൊപ്പം അധ്യയനം ചെയ്യുക, അല്ലെ മീൻസ് പഠിപ്പിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഇവര് ചെയ്തു വരുന്നു. പിന്നെ ഷോഡശ സംസ്കാരമുള്ള ജാതിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 16 വിഭാഗങ്ങളുടെ ആ ഒരു കാര്യക്രമം. ഇനി നോക്കൂ, ഇവരിലെ സ്ത്രീകളെ ബ്രാഹ്മണി അമ്മ എന്ന് വിളിക്കുന്നു കേട്ടോ. എന്തെന്നാണ്? ബ്രാഹ്മണി അമ്മ. അപ്പൊ നേരത്തെ പുഷ്പക ഉണ്ണിയിൽ നമ്മൾ പറഞ്ഞു പുഷ്പിണി അല്ലെങ്കിൽ ആത്തേരമ്മ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്പീശൻ എന്ന വിഭാഗത്തിൽ സ്ത്രീകൾ അറിയപ്പെടുന്ന പേരാണ് എന്താ? ബ്രാഹ്മണി അമ്മ എന്ന് അറിയപ്പെടും കേട്ടോ. അപ്പോ ഇവർക്ക് എന്തിനുള്ള അവകാശമില്ല? വേദാധ്യയനത്തിനുള്ള അവകാശമില്ല. എന്നാൽ ഇവരുടെ ഒരു ക്ഷേത്ര കഴക പ്രവൃത്തികളോടൊപ്പം തന്നെ ഇവര് അധ്യാപന പ്രവൃത്തി കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ചെയ്ത് വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. അത്തരത്തിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഇനി നോക്കൂ, തീയാട്ടുണ്ണി. അപ്പോൾ 2 വിഭാഗങ്ങൾ 15-ലെ 2 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നതാണ് എന്താ? തീയാട്ടുണ്ണി. നോക്കൂ, പൂണൂൽധാരികളാണ് ആര്? തീയാട്ടുണ്ണി എന്ന് പറയുന്ന ആര് തന്നെയാണ്? പൂണൂൽധാരികളാണ്. പാരമ്പര്യ കലാരൂപമായിട്ടുള്ള ഭദ്രകാളി തീയാട്ട് അനുഷ്ഠിക്കുന്ന ഇവർ പണ്ട് നമ്പൂതിരിമാരിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് പുറത്തായി അമ്പലവാസി ആയതാണ്. നോക്കൂ, ചാക്യാർ കൂത്തിലെ ചാക്യാന്മാരെ നമ്മൾ പഠിച്ചു അല്ലെ. ബ്രാഹ്മണരുടെ ഇടയിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ചു വരുന്നവർ എന്തിലേക്ക് വരും? ചാക്യാന്മാരുടെ ഇടയിലേക്ക് വരും എന്ന് നമ്മൾ ആ ഒരു ചാക്യാർ കൂത്തിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് പറഞ്ഞു. അതുപോലെ തന്നെ ഇവരും എന്ത് തന്നെയാണ്? തീയാട്ടുണ്ണി എന്ന് പറയുന്ന അമ്പലവാസി വിഭാഗവും എന്ത് ചെയ്തതാണ്? ബ്രാഹ്മണരിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്തായി അമ്പലവാസി വിഭാഗത്തിലേക്ക് കടന്നു വന്നവരാണ്. അപ്പോൾ പാരമ്പര്യ കലാരൂപമായിട്ടുള്ള ഭദ്രകാളി തീയാട്ട് അവതരിപ്പിക്കുന്നത് ഈ തീയാട്ടുണ്ണി എന്ന് പറയുന്ന അമ്പലവാസി വിഭാഗക്കാരാണ് കേട്ടോ. താന്ത്രിക പൂജ അവകാശങ്ങൾ ഇവർക്കുണ്ട്. താന്ത്രികം എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രാധാന്യമേറിയതാണ് എന്ത്? താന്ത്രികം. മേൽശാന്തി അല്ലെ, ഭഗവാന്റെ പിതാവിന്റെ സ്ഥാനമാണ്. അതായത് തന്ത്രിയാണ് ഒരു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ത് ചെയ്യുന്നത്? പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ ഒരു പിതാവിന്റെ സ്ഥാനവും മുഖ്യസ്ഥാനം ആർക്കാണ്? തന്ത്രിക്ക് തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ താന്ത്രികമായിട്ടുള്ള പൂജാ അവകാശങ്ങൾ ആർക്കുണ്ട്? തീയാട്ടുണ്ണിക്ക് ഉണ്ട്. ഷോഡശ സംസ്കാരമുള്ള ജാതിയാണ്. പിന്നെ പേരിനോടൊപ്പം എന്തെന്ന് ചേർക്കും? ഉണ്ണി എന്ന് പുരുഷന്മാർ ചേർക്കും കേട്ടോ. പുഷ്പക ഉണ്ണി എന്ന വിഭാഗത്തിലും പേരിനോടൊപ്പം ഉണ്ണി എന്ന് ചേർക്കും, നമ്പി ചേർക്കും, ശർമ്മ ചേർക്കും. അതുപോലെ തീയാട്ടുണ്ണി എന്ന് പറയുന്ന വിഭാഗത്തിലും എന്ത് ചെയ്യാറുണ്ട്? ഉണ്ണി എന്ന് പറയുന്നത് പുരുഷന്മാർ പേരിനോടൊപ്പം ചേർക്കാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്പീശൻ നമ്മളല്ലേ പുഷ്പക ഉണ്ണിയെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ. പുഷ്പക ഉണ്ണി എന്ന് പറയുന്നത് പൂണൂൽധാരികളാണ്. നമ്പീശനും പൂണൂൽധാരികളാണ്. തീയാട്ടുണ്ണിയും പൂണൂൽധാരികളാണ്. എന്നാൽ നമ്മുടെ പുഷ്പക ഉണ്ണിമാരിൽ അവർക്ക് എന്ത് ചെയ്യാം? പൂണൂൽ ധരിക്കുന്നതോടൊപ്പം ക്ഷേത്ര കഴക പ്രവൃത്തികൾ അവർ ചെയ്യുകയും വേദാധ്യയനത്തിനുള്ള അവകാശമൊക്കെ അവർക്കുണ്ട്. അതുപോലെ അത് പഠിപ്പിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? പുഷ്പക ഉണ്ണിമാർക്കുണ്ട്. അതിലെ സ്ത്രീ വിഭാഗക്കാർ എന്തെന്നറിയപ്പെടും? ആത്തേരം അല്ലെങ്കിൽ പുഷ്പിണി എന്ന് അറിയപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത് നമ്മൾ പറഞ്ഞ നമ്പീശൻ എന്ന് പറയുന്ന ആ ഒരു അമ്പലവാസി വിഭാഗത്തിന് പൂണൂൽധാരണവും ക്ഷേത്ര കഴക പ്രവൃത്തികളും ആണെങ്കിൽ വേദാധ്യയനത്തിനുള്ള എന്തില്ല? അവകാശമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവർ അധ്യാപന പ്രവൃത്തിയിലൊക്കെ ഏർപ്പെടാറുണ്ട്. ഇവരുടെ പേരിനോടൊപ്പം ഇവര് അംബീഷൻ ഒന്ന് ചേർക്കാറുണ്ടായിരിക്കും. ഇവരിലെ സ്ത്രീകളെ ബ്രാഹ്മണി അമ്മ എന്ന് അറിയപ്പെടും. അതുപോലെ തീയാട്ടുണ്ണിയിലാണെങ്കിലോ പേരിനോടൊപ്പം ഉണ്ണി എന്ന് ചേർക്കും. പൂണൂൽധാരികളായിരിക്കും. ബ്രാഹ്മണരിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് എവിടേക്ക് വന്നതാണ്? അമ്പലവാസി വിഭാഗത്തിലേക്ക് വന്നതായിട്ട് പറയപ്പെടുന്നതാണ്. ഇവർക്ക് താന്ത്രിക അവകാശമുണ്ട് കേട്ടോ. താന്ത്രിക പൂജാ അവകാശങ്ങൾ എന്തുണ്ട്? അതുപോലെ തന്നെ പാരമ്പര്യ കലാരൂപമായിട്ടുള്ള ഭദ്രകാളി തീയാട്ട് അനുഷ്ഠിക്കുന്നവരാണ് ആര്? തീയാട്ട ഉണ്ണി എന്നറിയപ്പെടുന്ന അമ്പലവാസി വിഭാഗം. ഓക്കെ അല്ലേ? നോക്കൂ, ഇനി അടുത്തതായി പറയപ്പെടുന്നത് 4ാമത്തെ വിഭാഗമാണ് കുരിക്കൾ. ഓക്കെ അല്ലേ? 4ാമത്തെ വിഭാഗമാണ് ഏതാ? കുരിക്കൾ. നോക്കൂ, പൂണൂൽധാരികളാണ് അല്ലെ. ബാക്കി നമ്മൾ പറഞ്ഞ 3 വിഭാഗക്കാരെ പോലെ തന്നെ പൂണൂൽ ധരിക്കുന്നവരാണ് ആരും? കുരിക്കൾ. അമ്പലവാസി വിഭാഗത്തിൽ കുരിക്കളും എന്ത് ചെയ്യും? പൂണൂൽ ധരിക്കും. ഇനിയോ ക്ഷേത്രങ്ങളിൽ പാലും നെയ്യും എത്തിക്കുന്നവരാണ് ആര്? കുരിക്കൾ കേട്ടോ. അപ്പോൾ ക്ഷേത്ര പൂജാ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ അഭിഷേക എന്തോ ആവട്ടെ, ക്ഷേത്ര ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പാല്, നെയ്യ് മുതലായവ എത്തിക്കുന്ന അമ്പലവാസി വിഭാഗക്കാർ അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുരിക്കളാണ് കേട്ടോ. ഷോഡശ സംസ്കാരമുള്ള ജാതി തന്നെയാണ് ഇത് കുരിക്കളും. കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് കൂടുതലായി കാണപ്പെടുന്ന ഒരു വിഭാഗക്കാരാണ് ആര്? കുരിക്കൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? ഇത്രയേ ഉള്ളൂ. പൂണൂൽധാരികളാണ്. ഒരു ക്ഷേത്രത്തിന് ആവശ്യമായിട്ടുള്ള പാല്, നെയ്യ് മുതലായവ ക്ഷേത്ര ആവശ്യ പ്രവൃത്തികൾക്കായിട്ട് എത്തിച്ചു നൽകുന്നവരാണ് ആര്? കുരിക്കൾ എന്ന അമ്പലവാസി വിഭാഗക്കാർ. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, ചാക്യാർ അല്ലെ. 5ാമത്തെ അമ്പലവാസി വിഭാഗമാണ് ഏതാ? ചാക്യാർ എന്ന് പറയുന്നത്. പൂണൂൽധാരികളാണ്. ക്ഷേത്രങ്ങളിൽ കൂത്ത് അല്ലെങ്കിൽ കൂടിയാട്ടം നടത്തുന്നു. നമ്മൾ ക്ഷേത്ര കല പഠിച്ചപ്പോൾ ഇത് പഠിച്ചായിരുന്നു. ക്ഷേത്രങ്ങളിൽ കൂത്ത് കൂടിയാട്ടം നടത്തുന്നവരാണ്. ഇവരിലെ സ്ത്രീകൾ അറിയപ്പെടുന്ന പേരാണ് ഇല്ലോട്ടമ്മ.
ഓക്കെയാണോ? അപ്പോ ചാക്യാർ എന്ന വിഭാഗത്തിൽ സ്ത്രീജനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഇല്ലോട്ടമ്മ. നമ്പീശന്റെ വിഭാഗത്തിൽ സ്ത്രീകൾ അറിയപ്പെടുന്നതാണ് ബ്രാഹ്മണി അമ്മ. പിന്നെയോ നമ്മുടെ പൂണൂൽ ഉണ്ണി, പുഷ്പക ഉണ്ണി എന്ന വിഭാഗത്തിൽ അറിയപ്പെടുന്ന ആത്തേരമ്മ അല്ലെങ്കിൽ പുഷ്പിണിയാണ്. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം ഒന്ന് മൈൻഡിൽ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ ആണോ? അപ്പോ പൂണൂൽധാരികളാണ്. പിന്നെയോ ക്ഷേത്രങ്ങളിൽ കൂത്ത്, കൂടിയാട്ടം മുതലായവ അവതരിപ്പിക്കുന്ന ആരാണ്? ചാക്യാർ വിഭാഗത്തിലുള്ളവരാണ്. ഇവരുടെ സ്ത്രീകൾ ഇല്ലോട്ടമ്മ എന്നറിയപ്പെടുന്നു. മരുമക്കത്തായികളാണ് കേട്ടോ. സമ്പ്രദായം വരുന്ന മരുമക്കൾക്കാണ് എന്ത് ചെയ്യുക, പ്രാധാന്യം കൂടുതൽ വരിക. ഓക്കെ ആണോ? ഇനി നോക്കൂ, ആറാമത്തെ വിഭാഗമാണ് പൂപ്പള്ളി അല്ലെങ്കിൽ പിലാപ്പള്ളി എന്ന് പറയുന്ന അമ്പലവാസി വിഭാഗം. പൂണൂൽ ധരിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഷോഡശ സംസ്കാരമുള്ള ജാതി വിഭാഗമാണ്. ക്ഷേത്രദേവന മാല നിർമ്മിക്കുന്നവരാണ്. തിരുവിതാംകൂറിൽ കാണപ്പെട്ടിരുന്ന ഒരു അമ്പലവാസി വിഭാഗമാണ് കേട്ടോ, പൂപ്പള്ളി അല്ലെങ്കിൽ പിലാപ്പള്ളി. അപ്പോ നമ്മൾ എന്താണ്, ക്ഷേത്രത്തില് ദേവന് ആവശ്യമായിട്ടുള്ള മാലകൾ നിർമ്മിക്കുന്നതായിരുന്നു എന്താ, പൂപ്പള്ളി അല്ലെങ്കിൽ പിലാപ്പള്ളി എന്ന് പറയുന്ന അമ്പലവാസി വിഭാഗക്കാരുടെ ഒരു ജോലി എന്ന് പറയുന്നത്. പൂണൂൽധാരികളാണ്, ഷോഡശ സംസ്കാരമുള്ളവരാണ് അവര് പൂപ്പള്ളി അല്ലെങ്കിൽ പിലാപ്പള്ളി എന്ന് പറയപ്പെടുന്നത്. ഇനി നോക്കൂ, ഏഴാമത്തെ വിഭാഗമാണ് ദൈവമ്പാടി അല്ലെങ്കിൽ തെയ്യമ്പാടി അല്ലെങ്കിൽ ബ്രാഹ്മണി എന്ന് പറയുന്ന അമ്പലവാസി വിഭാഗം അല്ലെ. അപ്പൊ പൂണൂൽധാരികളാണ് ഇവര്, പൂണൂൽ ധരിക്കുന്നവരാണ്. പിന്നെയോ ക്ഷേത്രത്തിൽ കളമെഴുത്തു പാട്ടുകളുണ്ടല്ലോ, ക്ഷേത്രത്തിലെ കളമെഴുത്തു പാട്ട് നടത്തുന്ന വിഭാഗക്കാർ അറിയപ്പെടുന്ന പേരാണെന്ത്, ദൈവമ്പാടി അല്ലെങ്കിൽ തെയ്യമ്പാടി അല്ലെങ്കിൽ ബ്രാഹ്മണി എന്നൊക്കെ കേട്ടോ. നമ്മള് കളമെഴുത്ത് പാട്ടും എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഒരു പാട്ട് വെച്ച് എന്ത് ചെയ്യുക, വാനമ്പാടി എന്നോ അങ്ങനെ എന്തെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ കണക്ട് ചെയ്ത് എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പൊ അവരറിയപ്പെടുന്ന ആ ഒരു പേര് 3 പേര് അല്ലെ, ഒന്നല്ലെങ്കിൽ മറ്റൊന്നെന്ന് പറയുമ്പോൾ ദൈവമ്പാടി അല്ലെങ്കിൽ തെയ്യമ്പാടി ഓർ ബ്രാഹ്മണി എന്നാണ് എന്ത് ചെയ്യുക, അറിയപ്പെടുന്നത്. പൂണൂൽധാരികളാണ്. അതുപോലെ മലബാറിൽ കാണപ്പെടുന്ന ഒരു അമ്പലവാസി വിഭാഗമാണ് ഏത്, നമ്മുടെ ദൈവമ്പാടി അല്ലെങ്കിൽ തെയ്യമ്പാടി ഓർ ബ്രാഹ്മണി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണോ? അപ്പോ മൊത്തം എത്ര, നമ്മൾ 7 പേരുകൾ പഠിച്ചു അല്ലെ. പുഷ്പക ഉണ്ണിമാര്, പിന്നെയോ നമ്പീശന്മാര്, പിന്നെയോ നമ്പീശൻ കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ പഠിച്ച ആരാണ്, തീയാട്ടുണ്ണിയാണ് കേട്ടോ. നമ്പീശൻ കഴിഞ്ഞാൽ തീയാട്ടുണ്ണിയാണ്. പിന്നെയുള്ളത് കുരുക്കളുണ്ട്, ചാക്യാരുണ്ട്, പിന്നെയോ പൂപ്പള്ളി അല്ലെങ്കിൽ പിലാപ്പള്ളിയുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് എന്താ, നമ്മുടെ ദൈവമ്പാടി ഓർ തെയ്യമ്പാടി അല്ലെ, പിന്നെ അല്ലെങ്കിൽ ബ്രാഹ്മണി എന്ന് അറിയപ്പെടുന്നത് 7 പേരായി കേട്ടോ. ഇനി നോക്കൂ, മിഴാവ് നമ്പ്യാർ അല്ലെങ്കിൽ തീയാടി നമ്പ്യാർ. മിഴാവ് നമ്പ്യാർ അല്ലെങ്കിൽ തീയാടി നമ്പ്യാർ അമ്പലവാസി വിഭാഗത്തിലെ 8ാമതായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു വിഭാഗമാണ് ഏത്, നമ്മുടെ മിഴാവ് നമ്പ്യാർ അല്ലെങ്കിൽ തീയാടി നമ്പ്യാർ എന്ന് അറിയപ്പെടുന്നത്. പൂണൂൽധാരികൾ തന്നെയാണ് എന്താ, നമ്മുടെ മിഴാവ് നമ്പ്യാർ അല്ലെങ്കിൽ തീയാടി നമ്പ്യാർ എന്ത് തന്നെയാണ്, പൂണൂൽധാരികളാണ്. കൂത്ത്, കൂടിയാട്ടം, തുള്ളൽ എന്നീ കലാരൂപങ്ങൾ നടത്തുന്നവരാണ് മിഴാവ് നമ്പ്യാർ. ഓക്കെ ആണോ? കൂത്ത്, കൂടിയാട്ടം, തുള്ളൽ എന്നീ കലാരൂപങ്ങൾ നടത്തുന്നവരാണ് മിഴാവ് നമ്പ്യാർ. ഇവരിലെ സ്ത്രീകളെ നങ്ങ്യാരമ്മ, നമുക്കറിയാവുന്നതാണ് കേട്ടോ, നങ്ങ്യാരമ്മ എന്ന് വിളിക്കുന്നു കേട്ടോ. അപ്പോ നമ്മുടെ കൂത്ത് അവതരിപ്പിക്കുന്നവരാണ്. ഇപ്പോ ഇത് നമ്മുടെ മിഴാവൊക്കെ കൊട്ടുമല്ലോ, അപ്പോൾ ആ ഒരു തരത്തിലായിരിക്കും ഇവർക്ക് ആ ഒരു പേര് വരുന്നത് കേട്ടോ, മിഴാവ് നമ്പ്യാർ അല്ലെങ്കിൽ തീയാടി നമ്പ്യാർ എന്ന് പറയുന്നത്. അപ്പൊ സ്ത്രീജനങ്ങൾക്ക് അറിയപ്പെടുന്നത് നങ്ങ്യാരമ്മ എന്നാണ്. ഇനി നോക്കൂ, അയ്യപ്പൻ തീയാട്ട് എന്ന കലാരൂപം നടത്തുന്നവരെ തീയാടി നമ്പ്യാർ എന്ന് അറിയപ്പെടും കേട്ടോ. അപ്പോൾ ഈ വിഭാഗത്തിൽ അയ്യപ്പൻ തീയാട്ട് എന്ന കലാരൂപം നടത്തുന്നവരുണ്ടെങ്കിൽ അവർ അറിയപ്പെടുന്നതാണ് എന്ത്, തീയാടി നമ്പ്യാർ എന്ന് കൂടെ എന്ത് ചെയ്യും, അറിയപ്പെടും. അപ്പോൾ ഇവരിലെ സ്ത്രീകൾ അറിയപ്പെടുന്നത് മരുമകളമ്മ എന്ന് അറിയപ്പെടുക. ഓക്കെ ആണോ? അപ്പോൾ മിഴാവ് നമ്പ്യാർ, തീയാടി നമ്പ്യാരും ഉണ്ട്. നമ്മുടെ ഈ കൂത്ത് വിഭാഗങ്ങളായിട്ടുള്ള ചാക്യാർ കൂത്ത്, നമ്മുടെ തുള്ളലുണ്ടല്ലോ, ഓട്ടം തുള്ളല്, കൂടിയാട്ടം, ഒന്നിലധികം ചാക്യാർമാർ ചേർന്ന് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് കൂടിയാട്ടമാവും. ഒരാൾ ഏകാംഗ അഭിനയമായിട്ട് അവതരിപ്പിച്ചാൽ അത് ചാക്യാർ കൂത്താവും. ഇനി തുള്ളൽ അവതരിപ്പിക്കുക, തുള്ളൽ അറിയാലോ, ഈ നമ്മുടെ നമ്പ്യാർ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവതരിപ്പിക്കുന്ന വിഭാഗമാണ് മിഴാവ് നമ്പ്യാർ എന്നറിയപ്പെടുന്നത്. അതിലെ സ്ത്രീജനങ്ങളാണെങ്കിലോ നങ്ങ്യാരമ്മ എന്നറിയപ്പെടുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ് എന്ത്, നമ്മുടെ അയ്യപ്പൻ തീയാട്ട് എന്ന് പറയുന്ന കലാരൂപം നടത്തുന്നവരാണെങ്കിൽ അവരെന്തെന്ന് പറയാം, തീയാടി നമ്പ്യാർ എന്ന് പറയാം. അതിലെ സ്ത്രീജനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്, മരുമകൾ അമ്മ എന്നറിയപ്പെടുന്നു. ഇനി പുരുഷന്മാർ നമ്പ്യാർ എന്ന പേരിനോട് ചേർക്കും കേട്ടോ. നമ്പ്യാർ എന്ന ചേർക്കുന്ന മറ്റൊരു വിഭാഗക്കാരുണ്ട്, കിരിയത്തു നായന്മാർ എന്ത് ചെയ്യാറുണ്ട്, നമ്പ്യാർ എന്ന് ചേർക്കാറുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിഴാവ് നമ്പ്യാർമാരാണ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ തീയാടി നമ്പ്യാർമാരാണ് അവരുടെ പേരോടൊപ്പം എന്ത് ചേർക്കുക, നമ്പ്യാർ എന്ന ഒരു വാൽത്തുണ്ട് ചേർക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ നമ്പ്യാർ എന്ന പേര് ചേർക്കുന്ന മറ്റൊരു നായർ വിഭാഗമാണ് എന്ത്, കിരിയത്ത നായർ വിഭാഗം കേട്ടോ. അവരെന്ത് ചെയ്യാറുണ്ട്, പേരിനോടൊപ്പം നമ്പ്യാർ എന്ന് ചേർക്കാറുണ്ട്. ഇനി നോക്കൂ, പിഷാരടി.
ക്ഷേത്രങ്ങളിലെ കഴകം ഉപജീവന മാർഗമായി സ്വീകരിച്ചിരുന്ന ഒരു വിഭാഗമാണ് ആര്? പിഷാരടി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ക്ഷേത്രങ്ങളിലെ കഴകം ഉപജീവന മാർഗമായി സ്വീകരിച്ചിരുന്ന ഒരു വിഭാഗമാണ് ആര്? പിഷാരടി എന്ന് അറിയപ്പെടുന്നത്. കുലത്തൊഴിലായ കഴക പ്രവൃത്തിക്ക് പുറമെ സംസ്കൃതാധ്യയനം ഒരു പ്രധാന കർമ്മമായി സ്വീകരിച്ചു പോന്നിരുന്നു. ഇവരിലെ സ്ത്രീകളെയാണ് ശാരസ്യാർ എന്ന് വിളിക്കുന്നത് കേട്ടോ. പിഷാരടി, ശാരസ്യാർ. നമ്മള് മലയാളം പഠിക്കുമ്പോഴും അല്ലെ, നമുക്ക് മലയാളം ഒക്കെ നമ്മുടെ ഇതിലേക്ക് കടന്നു വരും കേട്ടോ. അതെല്ലാം അനുബന്ധമായിട്ട് വരുന്നവയാണ്. അപ്പൊ ഓർമ്മിക്കുക, പിഷാരടി എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ കഴകം ഉപജീവന മാർഗമായി സ്വീകരിച്ചിരുന്ന അമ്പലവാസി വിഭാഗമാണ് എന്ത്? പിഷാരടി എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഉപജീവനമായിട്ടുള്ള കുലത്തൊഴിലിന് പുറമെ ഇവർ എന്തുകൂടെ ചെയ്യാറുണ്ട്? സംസ്കൃത അധ്യയനം കൂടെ എന്ത് ചെയ്യാറുണ്ട്? ഒരു പ്രധാന കർമ്മമായിട്ട് അനുഷ്ഠിച്ചു പോന്നിരുന്നു കേട്ടോ. അപ്പൊ ഇവരിലെ സ്ത്രീജനങ്ങൾ അറിയപ്പെടുക എന്താണ്? ശാരസ്യാർ എന്നാണ്. ശാരസ്യാർ. ഓക്കെ അല്ലേ? അപ്പൊ ശാരസ്യാർ എന്ന് വിളിക്കുന്ന ഏത് വിഭാഗത്തിലെ ലേഡീസിനെയാണ്? പിഷാരടി എന്ന് പറയുന്ന അമ്പലവാസി വിഭാഗത്തിലാണ് കേട്ടോ. ഇനി നോക്കൂ, വാര്യർ അല്ലെ, 10ാമതായിട്ട് പറയുന്ന അമ്പലവാസി വിഭാഗമാണ് വാര്യർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ഷേത്ര കഴക സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ തന്നെയാണ് ആരും? വാര്യർ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും ഒന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അമ്പലവാസികൾ എന്ന് പറയുമ്പോൾ പൊതുവെ ആ പേര് പോലെ തന്നെ ഇവർ അമ്പലവുമായി ബന്ധപ്പെട്ട കഴക പ്രവൃത്തികൾ തന്നെയാണ്. കോമൺ ആയിട്ട് എല്ലാവരുടെയും ഒരു ഉപജീവന മാർഗം അല്ലെങ്കിൽ അവർ അനുഷ്ഠിച്ചു പോരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. അതെന്ത് ചെയ്യും? എല്ലാവരും ഒന്ന് ഓർമ്മിച്ചോളുക. അപ്പോൾ ക്ഷേത്ര കഴക സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരാണ് വാര്യർ എന്ന് പറയുന്നത്. നമ്പൂതിരിമാരെ സഹായിക്കുന്നവരും ക്ഷേത്ര കണക്കുകൾ നോക്കുന്നവരും ഈ വാര്യർമാർ വിഭാഗത്തിലുള്ളവരായിരിക്കും കേട്ടോ. നമ്പൂതിരിമാരെ സഹായിക്കുക, പിന്നെയോ ക്ഷേത്ര കണക്കുകളൊക്കെ നോക്കുക. വേദം പഠിക്കാൻ അധികാരികളല്ലാത്ത ഈ സമൂഹം സംസ്കൃതം, ജ്യോതിഷം തുടങ്ങി വേദാംഗങ്ങളിലെ പണ്ഡിതർ എന്ന നിലയ്ക്ക് പ്രശസ്തരാണ്. ഓക്കെ ആണോ? വേദം പഠിക്കാൻ അധികാരികളല്ല, പക്ഷെ അവരെന്ത് ചെയ്യാറുണ്ട്? സംസ്കൃത, ജ്യോതിഷം മുതലായവയിൽ പ്രാഗൽഭ്യം തെളിയിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ വേദാംഗങ്ങളിലെ പണ്ഡിതർ എന്ന നിലയ്ക്ക് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രശസ്തരാണ് കേട്ടോ. വേദമുണ്ട്, വേദാംഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ വേദം 4 വേദാംഗങ്ങൾ മറ്റു ഇതുണ്ട്. അപ്പൊ അത്തരത്തിൽ വേദാംഗങ്ങളിൽ പാണ്ഡിത്യം തെളിയിക്കുന്നത് കൊണ്ട് തന്നെ ഇവരെന്തെന്നറിയപ്പെടുന്നുണ്ട്? ഈ പ്രശസ്തരായിട്ട് അറിയപ്പെടാറുണ്ട് അല്ലെ. സംസ്കൃതം, ജ്യോതിഷം മുതലായ ഭാഗങ്ങളിൽ ഇവരുടെ പ്രാഗൽഭ്യം ഇവരെന്ത് ചെയ്യാറുണ്ട്? തെളിയിക്കാറുണ്ട്. നോക്കൂ, ശൈവരെന്നാണ് ഇവരിലെ സ്ത്രീകളെ വാരസ്യാർ എന്ന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. വാര്യറും വാരസ്യാരും. ഓക്കെ, അപ്പോൾ വാര്യരിലെ സ്ത്രീ വിഭാഗക്കാർ അറിയപ്പെടുന്നത് വാരസ്യാർ എന്നാണ്. പിന്നെയോ ശൈവ വിഭാഗമായിട്ടാണ് കേട്ടോ ഇവരെ കണക്കാക്കുന്നത്. ശൈവ വിഭാഗത്തിലാണ് കണക്കാക്കുന്നത്. തിരുവിതാംകൂറിലെ വാര്യന്മാർ ഓണാട്ടുകര, വേണാട്ടുകര, ഇളയേടത്തുനാട്, തെക്കുംകൂർ എന്നിങ്ങനെ 4 വിഭാഗമുണ്ട്. ഓക്കെ ആണോ? അപ്പോ നമ്മുടെ തിരുവിതാംകൂർ ഭാഗത്തിൽ അല്ലെ എത്ര ഭാഗമായിട്ട് പറയുന്നുണ്ട്? 4 വിഭാഗക്കാരായിട്ടാണ് നമ്മുടെ വാര്യർമാരെ പറയുന്നത്. ഏതൊക്കെയാണ്? ഓണാട്ടുകര, വേണാട്ടുകര, ഇളയേടത്തുനാട്, തെക്കുംകൂർ. ഓണാട്ടുകര, വേണാട്ടുകര, പിന്നെയോ ഇളയേടത്തുനാട്, തെക്കുംകൂർ. ഇങ്ങനെ 4 വിഭാഗമായിട്ടാണ് ആര് പറയുന്നത്? നമ്മുടെ വാര്യറിനെ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തെ എന്ത് ചെയ്യുക? നമ്മുടെ തിരുവിതാംകൂർ ഭാഗത്തിലായിട്ട് വിഭജിച്ച് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. 10ാമത്തെ വിഭാഗമായിട്ട് നമ്മൾ വാര്യർ എന്ന വിഭാഗത്തെ പഠിച്ചു. ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കഴക പ്രവൃത്തികൾ തന്നെയാണ് ആരുടെയും ജോലി? വാര്യർമാരുടെയും ജോലി. പിന്നെയോ ക്ഷേത്രത്തിലെ പൂജാരികളെ സഹായിക്കുക, ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കണക്കുകൾ നോക്കുക എന്നതൊക്കെ ആരുടെ ജോലിയാണ്? നമ്മുടെ വാര്യർമാരുടെ ജോലിയാണ്. വേദം പഠിക്കാൻ അധികാരികൾ അല്ലെങ്കിൽ കൂടിയും ജ്യോതിഷം, സംസ്കൃതം മുതലായവയിലെ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? വേദാംഗങ്ങളിൽ ശ്രേഷ്ഠരായിട്ട് കാണപ്പെടുന്നവരാണ് ആര്? ഈ വാര്യർ എന്ന് പറയുന്ന വിഭാഗക്കാര്. ഇവരിലെ സ്ത്രീകൾ അറിയപ്പെടുന്ന പേരാണ് വാരസ്യാർ എന്ന് അറിയപ്പെടുന്നത്. ശൈവ വിഭാഗത്തിലാണ് ആര് പെടുക? വാര്യർ വരിക. പിന്നെയോ തിരുവിതാംകൂറിലെ വാര്യന്മാരെ 4ആയിട്ട് നമ്മൾ വിഭാഗമായിട്ട് പറയുന്നുണ്ട്. വേണാട്ടുകര, പിന്നെയോ ഓണാട്ടുകര, ഇളയേടത്തുനാട്, തെക്കുംകൂർ എന്നിങ്ങനെയാണ് ഒരു 4 വിഭാഗം പറയുന്നത്. നോക്കൂ, ഇനി 11ാമത്തെ വിഭാഗമാണ് എന്താ? പൊതുവാൾ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കഴകവൃത്തി ഉള്ളവർ തന്നെയാണ് എന്താ? പൊതുവാൾ വിഭാഗത്തിലും വരുന്നത് അല്ലെ. അപ്പോൾ കഴകവൃത്തി ഉള്ളവർ തന്നെയാണ് എന്ത്? നമ്മുടെ പൊതുവാൾ വിഭാഗത്തിലും വരുന്നത്. ക്ഷേത്ര കാവലാളുണ്ടല്ലോ, ക്ഷേത്രത്തെ പരിപാലിക്കുന്ന, നമ്മൾ വാച്ചർ പോസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ക്ഷേത്രത്തിന്റെ കാവലാളായിട്ട് കണക്കാക്കുന്നവരാണ് ആര്? ഈ പൊതുവാൾ എന്ന് പറയപ്പെടുന്നത്. പിന്നെയോ സോപാന സംഗീതം നടത്തുന്നു അല്ലെ. രാമപൊതുവാളിനൊക്കെ നമുക്കറിയാം, ഞെരളത്ത് രാമപൊതുവാൾ. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു പേരിന്റെ ഒരു പിൻബലമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ.
അമ്പലവാസി വിഭാഗങ്ങളെ പൊതുവിഭാഗങ്ങളായതുകൊണ്ട് തന്നെയാണ് സോപാന സംഗീതത്തിലെ പ്രഗത്ഭനായിട്ടുള്ള നമ്മുടെ ദേവസ്വം ബോർഡിന്റെ പ്രീവിയസ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞെരളത്ത രാമപൊതുവാൾ. ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട പ്രശസ്തനായിട്ടുള്ള കലാകാരനാണ് ആര്? ഞെരളത്ത രാമപൊതുവാൾ. ആ ഞെരളത്ത് രാമപൊതുവാളിലെ വാൽത്തുമ്പ അല്ലെ, ആ പൊതുവാൾ എന്ന് പറയുന്നത് എന്താണ്? അമ്പലവാസി വിഭാഗത്തിലെ ഒരു വിഭാഗമാണ് ഇത് പൊതുവാൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ കഴകവൃത്തിയുള്ളവരാണ് ഈ പറയുന്ന പൊതുവാള്. പിന്നെയോ ക്ഷേത്ര കാവലാൾ എന്നാണ് അവരുടെ ഒരു രീതി അല്ലെ, മറ്റൊരു വൃത്തി. പിന്നെയോ സോപാന സംഗീതം നടത്തുന്നത് പൊതുവാൾ വിഭാഗത്തിലുള്ളവരാണ്. ചെണ്ട കൊട്ടുകൊണ്ട് ഉപജീവനം കഴിക്കുന്നവരും ഏത് വിഭാഗത്തിലുണ്ട്? പൊതുവാൾ വിഭാഗത്തിലുണ്ട് കേട്ടോ. സോപാന സംഗീതമാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുക ഇവര് നടത്തുക. അതോടൊപ്പം ചെണ്ട കൊട്ടി എന്ത് ചെയ്യുക ഉപജീവനം കഴിക്കുന്നവര് ഉണ്ട് കേട്ടോ. ഇനി നോക്കൂ, സ്ത്രീകളെ പൊതുവാളസ്യാർ എന്ന് വിളിക്കുന്നുണ്ട്. സ്ത്രീകളെ പൊതുവാളസ്യാർ എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെയോ അകം പൊതുവാൾ, പുറം പൊതുവാൾ എന്നീ രണ്ട് വിഭാഗങ്ങളുണ്ട്. അകം പൊതുവാൾ പിന്നെയോ പുറം പൊതുവാൾ എന്ന് രണ്ട് വിഭാഗങ്ങളുണ്ട്. പുറം പൊതുവാൾമാരിൽ ചെണ്ട പൊതുവാൾ, മാല പൊതുവാൾ എന്ന് വിഭജനമുണ്ട് കേട്ടോ. അപ്പൊ ആ കാര്യം എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മൾ ഈ പറയുന്ന പൊതുവാൾ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ളവരെന്താണ്? കഴകവൃത്തി ഉള്ളവരാണ്. ക്ഷേത്ര കാവലാളാണ് ഇവരുടെ ജീവിത രീതി എന്ന് പറയുന്നത്. പിന്നെയോ സോപാന സംഗീതം നടത്തുന്ന ഇവർ തന്നെയാണ്. ഞെരളത്ത് രാമപൊതുവാളിന്റെ അല്ലെ ആ ഒരു പേര് വെച്ച് എന്ത് ചെയ്യുക, ആ ഒരു അമ്പലവാസി വിഭാഗത്തെ ഓർമ്മിക്കുക. ചെണ്ട കൊട്ടുകൊണ്ട് ഉപജീവനം കഴിക്കുന്നവർ ഏത് വിഭാഗത്തിലുണ്ട്? പൊതുവാൾ വിഭാഗത്തിൽ വരുന്നുണ്ട്. സ്ത്രീകളാണെങ്കിൽ ഇവരുടെ വിഭാഗത്തിൽ പൊതുവാളസ്യാർ എന്നെന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. പിന്നെയോ അകം പൊതുവാൾ, പുറം പൊതുവാൾ എന്ന് രണ്ട് വിഭാഗങ്ങൾ ആയിട്ട് എന്തിനെ തിരിക്കാം? നമുക്ക് പൊതുവാൾ വിഭാഗത്തെ തിരിക്കാം. ഓക്കെ ആണോ? അതുപോലെ തന്നെ മാലപ്പൊതുവാൾ, ചെണ്ടപ്പൊതുവാൾ, ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പുറം പൊതുവാൾമാരിൽ ചെണ്ടപ്പൊതുവാള്, മാലപ്പൊതുവാൾ എന്നും വിഭജനം ഉണ്ട് കേട്ടോ. ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മിച്ചുകൊള്ളുക. ഇനി നോക്കൂ, 12ാമത്തെ വിഭാഗമാണ് ഏതാ? മാരാർ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് മാരാർ അറിയാലേ, ക്ഷേത്രത്തിൽ സോപാന സംഗീതം പൊതുവാൾ നടത്തുന്നത് പോലെ തന്നെ നമ്മുടെ ഈ മാരാർ വിഭാഗത്തിലുള്ളവർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സോപാന സംഗീതം നടത്തുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അമ്പലവാസി വിഭാഗത്തിലെ ഒരു 12ാമതായിട്ട് നമ്മൾ പഠിക്കുന്ന വിഭാഗമാണ് ഇത് മാരാർ എന്ന് പറയുന്നത്. അപ്പോ ഇവര് സോപാന സംഗീതം പൊതുവാൾ വിഭാഗം ചെയ്യുന്നത് പോലെ തന്നെ സോപാന സംഗീതം നടത്തുന്ന അല്ലെങ്കിൽ അതൊരു ക്ഷേത്ര കഴകവൃത്തിയിൽ ഏർപ്പെടുന്നവരാണ് ആര്? മാരാർ എന്ന് അറിയപ്പെടുന്നത്. ഇനി നോക്കൂ, ക്ഷേത്ര അടിയന്തര വാദ്യ ഉപകരണ പ്രയോഗമാണ് ആരുടെ പ്രധാന ജോലി? മാരാർ അല്ലെ. നമ്മുടെ വാദ്യോപകരണങ്ങളിലെ പ്രഗത്ഭരായിട്ടുള്ള പലരെയും നമുക്കറിയാലോ, മാരാർ വിഭാഗത്തിൽ വരുന്നത്. അപ്പൊ അത്തരത്തിൽ അടിയന്തര വാദ്യം, നമ്മളെ ക്ഷേത്ര കലകളെ കുറിച്ച് പഠിക്കുന്നത് പോലെ തന്നെ ക്ഷേത്ര വാദ്യങ്ങളെ കുറിച്ച് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ വാദ്യങ്ങളിൽ. ക്ഷേത്ര അടിയന്തര വാദ്യങ്ങളുണ്ട്, മേളവാദ്യങ്ങളുണ്ട്, നമ്മളത് പഠിച്ചു. അപ്പൊ അത്തരത്തിൽ ഒരു ക്ഷേത്രത്തിൽ അടിയന്തരമായിട്ട് പൂജാ സംബന്ധമായിട്ട് ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുക എന്നതാണ് ആരുടെ പ്രധാന ജോലി? നമ്മുടെ മാരാർ എന്ന് പറയുന്ന അമ്പലവാസി വിഭാഗത്തിന്റെ ജോലി. ഇനി ഈ വിഭാഗത്തിലും കഴക ജോലികൾ ചെയ്യുന്നവരെന്ത്, അത് ഞാൻ പറഞ്ഞല്ലോ, പൊതുവായിട്ട് അമ്പലവാസി വിഭാഗത്തിൽ എല്ലാവരും എന്ത് തന്നെയാണ്? ക്ഷേത്ര കഴക പ്രവൃത്തി തന്നെയാണ്. അതിലും ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വിവിധ കാറ്റഗറി അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ ക്ഷേത്ര കഴക പ്രവൃത്തികളോടൊപ്പം ഇത്തരത്തിൽ സോപാന സംഗീതം വായിക്കുന്നവരുണ്ടാകാം, ക്ഷേത്ര വാദ്യങ്ങൾ, അടിയന്തര വാദ്യങ്ങൾ ഉള്ളവരുണ്ടാകാം, ക്ഷേത്ര കണക്ക് കാര്യങ്ങൾ നോക്കുന്നവരുണ്ടാകാം, ക്ഷേത്ര കാവലാളായിട്ട് വർത്തിക്കുന്നവരുണ്ടാകാം. ഓക്കെ അല്ലേ? അപ്പോ നമ്മുടെ മാരാർ എന്ന വിഭാഗത്തിലെ സ്ത്രീകൾ അറിയപ്പെടുന്നത് മാരസ്യാർ എന്നാണ് കേട്ടോ. മാരാസ്യാർ. ഓക്കെ ആണോ? അപ്പോൾ മാരാർ എന്ന വിഭാഗത്തിലെ സ്ത്രീകൾ അറിയപ്പെടുന്നത് മാരാസ്യാർ എന്നാണ്. ഇവരിലെ ഒരു വിഭാഗം ഭഗവതി ക്ഷേത്രങ്ങളിൽ ദേവീസ്തുതികൾ പാടാറുണ്ട്. അവരെ മാരാർ കുറുപ്പ് എന്നാണ് വിളിക്കുക. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. മാരാർ എന്ന് പറയുന്നത് എന്താണ്? സോപാന സംഗീതം പൊതുവാൾ വിഭാഗത്തിലെ അമ്പലവാസി പൊതുവാൾ വിഭാഗത്തിലുള്ളത് പോലെ തന്നെ മാരാർമാരിൽ എന്ത് ചെയ്യുന്നുണ്ട്? സോപാന സംഗീതം നടത്തുന്നവരുണ്ട്. ക്ഷേത്ര അടിയന്തര വാദ്യോപകരണ പ്രയോഗം പ്രധാന ജോലിയായിട്ട് ചെയ്യുന്ന വിഭാഗക്കാരാണ്, കഴകപ്രവൃത്തി ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ അറിയപ്പെടുന്നത് മാരാസ്യാർ എന്നാണ്. പിന്നെ ഒരു വിഭാഗക്കാര് ഭഗവതി ക്ഷേത്രങ്ങളിൽ ദേവീസ്തുതികൾ പാടാറുണ്ടെന്നും അത്തരത്തിൽ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരെ നമുക്ക് എന്തെന്ന് പറയാം? മാരാർ കുറുപ്പ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, അടികൾ. 13ാമത്തെ വിഭാഗമാണ് എന്താ? അടികൾ എന്ന് പറയുന്നത്. ഭദ്രകാളി ക്ഷേത്രങ്ങളായ കാവുകളിൽ അർച്ചനയാണ് ഇവരുടെ പ്രവൃത്തി. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും നേരം പ്രധാനപ്പെട്ട കഴക പ്രവൃത്തികളോ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തു. ഇനിയായിട്ട് നമ്മൾ ഇനി ഒരു ഈ 13 പിന്നെ +2 കൂടെ ആകുമ്പോൾ അമ്പലവാസികളിലെ 15 വിഭാഗങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചു തീർക്കും.
അപ്പോ ഭദ്രകാളി ക്ഷേത്രങ്ങളായിട്ടുള്ള കാവുകളിൽ അർച്ചനയാണ് ഇവരുടെ പ്രധാന പ്രവൃത്തി കേട്ടോ. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ അടികളായിട്ട് അല്ലെ പ്രധാനമായിട്ടും അർച്ചനകൾ ചെയ്യുന്ന ആ ഒരു അമ്പലവാസി വിഭാഗത്തെ എന്തെന്ന് പറയാം, നമുക്ക് അടികൾ എന്ന് പറയാം. പിന്നെയോ അടിച്ചു തളിക്കാരാണ് കേട്ടോ. അവിടുത്തെ എന്താണ് അർച്ചന, അതുപോലെ അടിച്ചുതളി കഴകപ്രവൃത്തിയിലെ ഒരു ജോലിയാണ്. ഇനി അതുകൊണ്ടാണോ ഈ അടി എന്ന് പറയുന്ന അടികൾ എന്ന് പേര് വരുന്നതെന്ന് അറിയത്തില്ല. ഇനി നോക്കും, മന്ത്രവാദികളാണ്. അതുപോലെ ഇവരുടെ സമ്പ്രദായം കൊണ്ടുവരുന്നത് മക്കത്തായ സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. സ്ത്രീകളെ അടിസ്യാർ അല്ലെങ്കിൽ അടിയമ്മ എന്ന് വിളിക്കും. കൊടുങ്ങല്ലൂർ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു അമ്പലവാസി വിഭാഗമാണ് ഏത്, അടികൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. കൊടുങ്ങല്ലൂർ അമ്പലം അറിയാലോ, ദേവീക്ഷേത്രമാണ്. ഭരണിപ്പാട്ടൊക്കെ നടക്കുന്ന ഒരുപാടധികം വെളിച്ചപ്പാടുകളും അത്തരത്തിലൊക്കെ ഓരോ തുള്ളലും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചാന്താട്ടം നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ദേവിയുടെ വളരെ ഭീമാകാരമായിട്ടുള്ള എന്നാൽ തേജസ്സും പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു വിഗ്രഹമാണ് കൊടുങ്ങല്ലൂർ അമ്മയുടേത്. കോഴിക്കല്ല് മൂടൽ അങ്ങനെയൊക്കെ നടക്കുന്ന ചടങ്ങുകൾ ബന്ധപ്പെട്ട ക്ഷേത്രമാണ്. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മിക്കുക. അപ്പോൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അടികൾ എന്ന് പറയുന്ന അമ്പലവാസി വിഭാഗത്തിന്റെ ജോലി ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ അർച്ചന, പിന്നെയോ അടിച്ചുതളി, അത് കഴിഞ്ഞു കഴിഞ്ഞാലോ ഇവരുടെ മന്ത്രവാദം മുതലായവ ആർക്ക് വരുന്നുണ്ട്, അടികൾ എന്ന വിഭാഗത്തിന് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? പിന്നെയോ മക്കത്തായ സമ്പ്രദായമാണ് ആര് കൊണ്ടുവരുന്നത്, നമ്മുടെ അടികൾ എന്ന വിഭാഗത്തിൽ വരുന്നത്. ഓക്കെ അല്ലേ? മക്കത്തായ സമ്പ്രദായമാണ് നമ്മുടെ ഈ വിഭാഗത്തിൽ വരുന്നത്. ഇനി സ്ത്രീകളെ അടിസ്യാർ അല്ലെങ്കിൽ അടിയമ്മ എന്ന് നമ്മുടെ ഈ വിഭാഗത്തിലെ സ്ത്രീകളെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, അടിസ്യാർ അല്ലെങ്കിൽ അടിയമ്മ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏത് ഭാഗത്ത് കൂടുതലായി ഈ അമ്പലവാസി വിഭാഗക്കാർ കാണുന്നു, അടികൾ എന്ന വിഭാഗക്കാർ കാണുന്നു എന്ന് ചോദിച്ചാൽ എവിടെയാണ്, കൊടുങ്ങല്ലൂർ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ ആണോ? ഇനി നോക്കൂ, 2 വിഭാഗങ്ങൾ കൂടെ ആവുമ്പോൾ നമ്മുടെ ആ ഒരു ടോപ്പിക് അങ്ങ് തീരും കേട്ടോ. നാട്ടുപട്ടർ, അതായത് 14 ക്ഷേത്രങ്ങളിലെ മാല കെട്ടുന്നവരും അടിച്ചു തളിക്കാരുമായിട്ടുള്ള ഒരു വിഭാഗക്കാരാണ് എന്ത്, നാട്ടുപട്ടർ എന്ന് അറിയപ്പെടുന്ന അമ്പലവാസി വിഭാഗം. കരപ്പുറമുണ്ണി എന്നും പട്ടരുണ്ണി എന്നും വിളിക്കാം. ഓക്കെ ആണോ? കരപ്പുറമുണ്ണി എന്നും പട്ടരുണ്ണി എന്നും വിളിക്കാം. ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിൽ കാണപ്പെടുന്ന ഒരു അമ്പലവാസി വിഭാഗമാണ് എന്താ, നാട്ടുപട്ടർ. ഓക്കെ അല്ലേ? ഇപ്പൊ എന്താണ്, ക്ഷേത്രങ്ങളിൽ മാല കെട്ടുന്നവരാണ്, അടിച്ചു തളിക്കാരാണ്. കരപ്പുറമുണ്ണി അല്ലെങ്കിൽ പട്ടരുണ്ണി എന്നും വിളിക്കുന്ന ഒരു വിഭാഗമാണ് ഏതാ, നാട്ടുപട്ടർ എന്ന് അറിയപ്പെടുന്നത്. കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്, ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിലാണ്. എന്നാൽ കൊടുങ്ങല്ലൂർ ക്ഷേത്ര പരിസര ഭാഗത്ത് കാണുന്ന ഒരു കൂടുതലായിട്ടുള്ള അമ്പലവാസി വിഭാഗമാണ് നമ്മൾ തൊട്ടു മുമ്പായിട്ട് പഠിച്ച അടികൾ എന്ന് പറയുന്നത്. വനിതാ വിഭാഗം അതിനെ അടിസ്യാർ അല്ലെങ്കിൽ അടിയമ്മ എന്ന് അറിയപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ലാസ്റ്റ് തൊട്ടു മുമ്പേതേ ഉള്ളൂ, നാട്ടുപട്ടരാണ്. ക്ഷേത്രങ്ങളിൽ മാല കെട്ടുന്ന അടിച്ചു തളിക്കാരായിട്ടുള്ള കഴകപ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ അല്ലെങ്കിൽ കരപ്പുറമുണ്ണി പിന്നെയോ പട്ടരുണ്ണി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിഭാഗമാണ് ഏത്, നാട്ടുപട്ടർ എന്ന് പറയുന്ന അമ്പലവാസി വിഭാഗം. ഇവർ കാണപ്പെടുന്ന താലൂക്കുകൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇവരുടെ ആ ഒരു വിഭാഗക്കാരുള്ള സ്ഥലം ഏതാണ്, ചേർത്തല, അമ്പലപ്പുഴയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റത്തെ 15ാമത്തെ അമ്പലവാസി വിഭാഗമാണ് എന്ത്, പിടാരർ. ഓക്കെ ആണോ? ഭദ്രകാളി ക്ഷേത്രത്തിൽ മദ്യമാംസാദികൾ സമർപ്പിക്കുന്നവർ അറിയാലോ, ഭദ്രകാളി പൂജയ്ക്കൊക്കെ അത്തരത്തിലൊക്കെ കാര്യങ്ങളൊക്കെ സമർപ്പിക്കുന്ന വിഭാഗക്കാരാണ് എന്ത്, പിടാരർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അത് അത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു അമ്പലവാസി വിഭാഗത്തിന് അത്രേ പറയുന്നുള്ളൂ. ഭദ്രകാളി ക്ഷേത്രത്തിൽ എന്ത് ചെയ്യുക, മദ്യ മാംസാദികൾ മുതലായവ ആ ഒരു കർമ്മങ്ങൾക്കൊക്കെ ആയിരിക്കും അത്തരത്തിൽ സമർപ്പിക്കുന്ന വിഭാഗക്കാരാണ് എന്ത്, പിടാരർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. മൊത്തം നമ്മൾ പറഞ്ഞു 15 വിഭാഗങ്ങളെ നമ്മൾ എന്ത് ചെയ്തു, പരിചയപ്പെട്ടു അല്ലെ. ക്ഷേത്ര കഴക പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 15 വിഭാഗം അമ്പലവാസി വിഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്നാമത്തേത് പുഷ്പക ഉണ്ണിയാണ്. പൂണൂൽ ധരിക്കുന്നവരാണ്. അതുപോലെ ക്ഷേത്രാരാധനയ്ക്ക് വേണ്ടുന്ന പൂക്കൾ ശേഖരിച്ച് മാല നിർമ്മിക്കുക, പിന്നെയോ നിവേദ്യ വസ്തുക്കൾ തയ്യാറാക്കി കൊടുക്കുക, വിളക്കൊരുക്കുക, ശിവേലിക്ക് ഇറങ്ങുമ്പോൾ അല്ലെ വിളക്കെടുക്കുക, ആ വിഗ്രഹം എഴുന്നള്ളുമ്പോൾ, അതുപോലെ വിഗ്രഹം ചുമക്കുക. ഇത്തരത്തിലുള്ള കുലത്തൊഴിൽ ആരുടേതാണ്, പുഷ്പക ഉണ്ണിയുടേതാണ്. ഇവർക്ക് പൂജാവിധികൾ താന്ത്രിക വിദ്യകൾ അഭ്യസിക്കുന്നവരാണ്. വേദഗ്രന്ഥങ്ങൾ അധ്യയനം ചെയ്യാൻ അല്ലെങ്കിൽ അധ്യയനം ചെയ്യാനും പഠിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. ഷോഡശ സംസ്കാരം പിന്തുടരുന്ന ഒരു വിഭാഗമാണ്. ഇവരിലെ സ്ത്രീകളെ എന്തെന്ന് പറയാം, പുഷ്പിണി അല്ലെങ്കിൽ ആത്തേരമ്മ എന്ന് നമുക്ക് പറയാം. പുരുഷന്മാർക്ക് പേരിനോടൊപ്പം ഉണ്ണി, ശർമ്മ, നമ്പി എന്ന് ചേർക്കാം. പിന്നെയോ പിതൃതായ ക്രമം അല്ലെങ്കിൽ മക്കത്തായും പിന്തുടരുന്ന ഒരു വിഭാഗമാണ്. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് നമ്പീശനാണ്. പറയുന്നതിനോടൊപ്പം എന്ത് ചെയ്യുക, പഠിച്ചു വരിക കേട്ടോ. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ സെറ്റ് ആവും. നോക്കൂ, പൂണൂൽധാരികൾ തന്നെയാണ് നമ്പീശൻ എന്നറിയപ്പെടുന്നത്. പുഷ്പക ഉണ്ണികളെ പോലെ ക്ഷേത്ര കഴകപ്രവൃത്തി തന്നെയാണ് നമ്പീശർ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെതും. എന്നാൽ വേദാവകാശം ഇല്ലാത്ത ഒരു അമ്പലവാസി വിഭാഗമാണ്. അധ്യാപന വൃത്തി ചെയ്ത് ജീവിക്കുന്നവരാണ്. ഷോഡശ സംസ്കാരം പിന്തുടരുന്നവരാണ്. ഇവരിലെ സ്ത്രീകളെ ബ്രാഹ്മണി അമ്മ എന്ന് എന്ത് ചെയ്യാം, നമുക്ക് വിളിക്കാം കേട്ടോ.
പിന്നെയോ നമ്മൾ പറഞ്ഞു തീയാട്ടുണ്ണി പൂണൂൽധാരികൾ തന്നെയാണ്, അമ്പലവാസികളിലെ പൂണൂൽധാരികളായിട്ടുള്ളവരെ അറിയപ്പെടുന്ന അതിന്റെ ഭദ്രകാളി തീയാട്ട് പാരമ്പര്യമായിട്ട് അനുഷ്ഠിച്ചു പോരുന്ന വിഭാഗത്തെ നമുക്ക് എന്തെന്ന് പറയാം, തീയാട്ടുണ്ണി എന്ന് പറയാം. ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് അമ്പലവാസി വിഭാഗത്തിലേക്ക് എത്തിയവരെന്ന് അറിയപ്പെടുന്നുണ്ട്. പിന്നെയോ ഉണ്ണി എന്ന പുരുഷന്മാർ പേരിനോടൊപ്പം എന്ത് ചെയ്യാറുണ്ട്, ചേർക്കാറുണ്ട്. താന്ത്രിക പൂജ അവകാശമുള്ള അല്ലെങ്കിൽ അത് അനുഷ്ഠിക്കാൻ ഇതായിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ് ആരും തീയാട്ടുണ്ണി എന്നറിയുന്നത്. ഷോഡശ സംസ്കാരമുള്ള ജാതി തന്നെയാണ്. കുരുക്കൾ എന്ന് പറയുന്നത് പൂണൂൽധാരികളാണ്. ക്ഷേത്രങ്ങളിൽ പാല്, നെയ്യ് മുതലായവ എത്തിക്കുന്നതിനുള്ള കഴകപ്രവൃത്തിയിൽ ഏർപ്പെടുന്ന അമ്പലവാസി വിഭാഗമാണ് ഇത് കുരുക്കൾ. പിന്നെയോ ഷോഡശ സംസ്കാരം ഉള്ള ജാതി തന്നെയാണ്. കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് കൂടുതലായി കാണപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട്. ചാക്യാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ക്ഷേത്ര കലയുമായി നമ്മൾ ബന്ധപ്പെട്ട് പഠിച്ചു. ഇപ്പോൾ അമ്പലവാസി വിഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നു. പൂണൂൽധാരികളാണ്. ക്ഷേത്രത്തിൽ കൂത്ത്, കൂടിയാട്ടം, തുള്ളൽ മുതലായവ അവതരിപ്പിക്കുന്നവരാണ്. ഇവരിലെ സ്ത്രീകൾ അറിയപ്പെടുന്ന പേരാണ് ഇല്ലോട്ടമ്മ അല്ലെ. ചാക്യാറിൽ സ്ത്രീ വിഭാഗക്കാർ അറിയപ്പെടുന്നതാണ് ഇല്ലോട്ടമ്മ. നോക്കൂ, അടുത്ത വിഭാഗമാണ് പൂപ്പള്ളി അല്ലെങ്കിൽ പിലാപ്പള്ളി എന്ന് പറയുന്നത്. പൂണൂൽധാരികളാണ്. ഷോഡശ സംസ്കാരമുള്ള ജാതിയാണ്. ക്ഷേത്രത്തിലെ ദേവന മാല നിർമ്മിക്കുന്നവരാണ്. തിരുവിതാംകൂറിൽ കാണപ്പെടുന്ന ഒരു വിഭാഗമാണ്. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, ദൈവമ്പാടി, തെയ്യമ്പാടി അല്ലെങ്കിൽ ബ്രാഹ്മണി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അല്ലെ. പൂണൂൽധാരികളാണ്. ക്ഷേത്രത്തിൽ കളമെഴുത്ത് പാട്ടുകൾ നടത്തുന്നത്. ഞാൻ അതാണ് പറഞ്ഞത്, വാനമ്പാടി എന്നോ എന്തെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള ഒരു കോഡിൽ അത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ക്ഷേത്രത്തിൽ കളമെഴുത്ത് പാട്ട് മുതലായവ നടത്തുന്ന മലബാറിൽ കാണപ്പെടുന്ന ഒരു അമ്പലവാസി വിഭാഗമാണ് എന്താ, നമ്മുടെ ദൈവമ്പാടി അല്ലെങ്കിൽ തെയ്യമ്പാടി, ഈ ബ്രാഹ്മണി എന്ന് പറയുന്ന വിഭാഗം. പിന്നെ നോക്കൂ, മിഴാവ് നമ്പ്യാർ അല്ലെങ്കിൽ തീയാടി നമ്പ്യാർ എന്നറിയപ്പെടുന്നതാണ് എന്താ, പൂണൂൽധാരികളാണ്. കൂത്ത്, കൂടിയാട്ടം, തുള്ളൽ എന്നീ കലാരൂപങ്ങൾ നടത്തുന്നവർ തന്നെയാണ് ഏത് വിഭാഗവും മിഴാവ് നമ്പ്യാർ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഇവരിലെ സ്ത്രീകളാണ് അറിയപ്പെടുക നങ്ങ്യാരമ്മ. ഞാൻ അതാ പറയുന്ന സ്ത്രീലിംഗം പുരുഷലിംഗം കൂടെ എന്ത് ചെയ്യുക, ഓർമ്മിച്ചിരിക്കുക. അപ്പോ മിഴാവ് നമ്പ്യാർ എന്നല്ല, നമ്പ്യാർ വിഭാഗത്തിലെ സ്ത്രീജനങ്ങൾ എന്തെന്നറിയപ്പെടും, നങ്ങ്യാരമ്മ എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെയോ അയ്യപ്പൻ തീയാട്ട് എന്ന കലാരൂപം നടത്തുന്നവരെ തീയാടി നമ്പ്യാർ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇവരിലെ സ്ത്രീകൾ മരുമകളമ്മ എന്നാണ് എന്ത് ചെയ്യുക, അറിയപ്പെടുക. നമ്പ്യാർ, നങ്ങ്യാർ, പിന്നെയോ തീയാടി നമ്പ്യാർ എന്ന് അവരുടെ സ്ത്രീ വിഭാഗം മരുമകളമ്മ എന്നാണ് കേട്ടോ. പുരുഷന്മാർ പേരിനോടൊപ്പം എന്തെന്ന് ചേർക്കും, നമ്പ്യാർ എന്ന് ചേർക്കും. എന്നാൽ നമ്പ്യാർ എന്ന് ചേർക്കുന്ന മറ്റൊരു നായർ വിഭാഗമാണ് ഏത്, കീരിയത്ത നായർ വിഭാഗം കേട്ടോ. അവര് പേരിനോടൊപ്പം എന്താ ചേർക്കുക, നമ്പ്യാർ എന്നാ ചേർക്കുക. ഇനി നോക്കൂ, പിഷാരടി. ക്ഷേത്രങ്ങളിലെ കഴകം ഉപജീവന മാർഗമായിട്ട് സ്വീകരിച്ചിരുന്ന ഒരു വിഭാഗം തന്നെയാണ് പിഷാരടി എന്ന് പറയുന്നത്. കുലത്തൊഴിലായ കഴകപ്രവൃത്തിക്ക് പുറമെ സംസ്കൃത അധ്യയനം എന്ത് ചെയ്യുക ഒരു പ്രധാന കർമ്മമായിട്ട് സ്വീകരിച്ച് ആചരിച്ചു പോരുന്നവരാണ് ആര്, പിഷാരടി എന്ന അമ്പലവാസി വിഭാഗം. ഇവരിലെ സ്ത്രീകൾ അറിയപ്പെട്ട പേരാണ് ശാരസ്യാർ. ഓക്കെ അല്ലേ, ശാരസ്യാർ, പിഷാരടി, ശാരസ്യാർ. ഇനി നോക്കൂ, വാര്യർ എന്ന വിഭാഗം. ക്ഷേത്ര കഴക സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർ, നമ്പൂതിരിമാരെ സഹായിക്കുന്നവർ, ക്ഷേത്ര കണക്കു കാര്യങ്ങൾ നോക്കുന്നവർ, ഇതൊക്കെ ഏത് വിഭാഗമാണ്, വാര്യർ എന്ന വിഭാഗമാണ്. പിന്നെയോ വേദം പഠിക്കാൻ അനുവാദമില്ല എങ്കിൽ കൂടിയും ഇവർ സംസ്കൃതവും അല്ലെ അതിലുള്ള അഗാധ പാണ്ഡിത്യം മൂലം എന്ത് ചെയ്യുന്നുണ്ട്, ജ്യോതിഷം മുതലായ വേദാംഗങ്ങളിലുള്ള കഴിവ് തെളിയിക്കുന്നവരാണ് ആര്, ഈ പറയുന്ന വാര്യർ. അപ്പൊ വേദാംഗങ്ങളിലെ പണ്ഡിതർ എന്ന നിലയ്ക്ക് പ്രശസ്തരാണ് വാര്യർ എന്ന അമ്പലവാസി വിഭാഗം. സ്ത്രീകളെ വാരസ്യാർ എന്ന് വിളിക്കുന്നുണ്ട്. ശൈവ വിഭാഗമായിട്ടാണ് കണക്കാക്കുക. തിരുവിതാംകൂറിലെ വാര്യന്മാർ ഓണാട്ടുകര, വേണാട്ടുകര, ഇളയടത്തുനാട്, തെക്കുംകൂർ എന്നീ 4 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഓണാട്ടുകര, വേണാട്ടുകര, ഇളയടത്തുനാട്, തെക്കുംകൂർ എന്നിങ്ങനെ 4 വിഭാഗമായിട്ടാണ് വാര്യർ വിഭാഗത്തെ തിരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പറയുന്നത് പൊതുവാൾ വിഭാഗമാണ്. അപ്പോഴാണ് നമ്മൾ കേരളത്തിലെ പൊതുവാളിനെ അവിടെ കണക്ട് ചെയ്ത് പറഞ്ഞത്. കഴകവൃത്തിയിൽ ഏർപ്പെടുന്നവർ തന്നെയാണ് മറ്റുള്ളവരെ പോലെ. പിന്നെ ക്ഷേത്രത്തിൽ കാവലാളായിട്ട് ഉപജീവനം കഴിക്കുന്നവരാണ്. സോപാന സംഗീതം പാടുന്നവരാണ്. ചെണ്ടകൊട്ടി ഉപജീവന മാർഗം നടത്തുന്നവരും ഇതിനകത്തുണ്ട്. സ്ത്രീകളെ പൊതുവാളസ്യാർ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. അകം പൊതുവാൾ, പുറം പൊതുവാൾ എന്ന് 2 വിഭാഗങ്ങളുണ്ട്. അതിൽ പുറം പൊതുവാൾമാരിൽ ചെണ്ടപ്പൊതുവാളും മാലപ്പൊതുവാളെന്നും എന്ത് ചെയ്യുന്നുണ്ട്, വിഭജനം ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, അടുത്തതായി നമ്മൾ പറഞ്ഞതാണ് എന്താ, മാരാർ എന്ന് പറയുന്ന വിഭാഗം. സോപാന സംഗീതം നടത്തുന്ന പൊതുവാൾ വിഭാഗത്തെ പോലെയുള്ള ഒരു വിഭാഗം, അമ്പലാസി വിഭാഗമാണ് ഏത്, മാരാർ എന്ന് പറയുന്നത്. ക്ഷേത്ര അടിയന്തര വാദ്യോപകരണ പ്രയോഗമാണ് ആരുടെ പ്രധാന ജോലി, നമ്മുടെ മാരാർ എന്ന് പറയുന്ന അമ്പലവാസി വിഭാഗത്തിന്റെ പ്രധാന ജോലി. ഇവരിലെ സ്ത്രീകളെ നമ്മൾ എന്തെന്ന് പറയാം, മാരസ്യാർ എന്ന് പറയാം. ഓക്കെ ആണോ? പിന്നെയോ ഒരു വിഭാഗമാണ് എന്ത് ചെയ്യുക, ഭഗവതി ക്ഷേത്രങ്ങളിൽ ദേവീസ്തുതികൾ പാടുക. അവരെ നമുക്ക് എന്തെന്നറിയാം, മാരാർ കുറുപ്പെന്ന് വിളിക്കാം. അല്ലെങ്കിൽ നമ്മൾ വിളിക്കണ്ട, അതാണ് അവരുടെ ആ ഒരു വിളിപ്പേര് കേട്ടോ. മാരാറിൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ സ്തുതി പാടുന്നവരെ മാരാർ കുറുപ്പ് എന്നൊരു വിളിപ്പേരുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് എന്ത്, അടികൾ എന്ന് പറഞ്ഞത്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അർച്ചന ചെയ്യുന്നവർ.
അതുപോലെ ഭദ്രകാളി ക്ഷേത്രങ്ങളെ അടിച്ചുതള്ളി കഴകപ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർ, ഇത്തരത്തിലുള്ള മന്ത്രവാദങ്ങളിൽ ഏർപ്പെടുന്നവരെ നമുക്ക് എന്തെന്ന് പറയാം? അടികളെന്ന് പറയാം. ഇവര് എന്താണ്? മക്കത്തായി സമ്പ്രദായം പിന്തുടർന്നവർ തന്നെയാണ്. സ്ത്രീകളെ അടിസ്യാർ അല്ലെങ്കിൽ അടിയമ്മ എന്ന് വിളിക്കും. കൊടുങ്ങല്ലൂർ ഭാഗത്ത് കൂടുതലായി കാണപ്പെടുന്ന അമ്പലവാസി വിഭാഗമാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞു നിർത്തുന്നതാണ് എന്ത്? നാട്ടുപട്ടരും പിടാരരും അല്ലെ. അതിൽ നാട്ടുപട്ടർ ഇത്രയേ ഉള്ളൂ. ക്ഷേത്രങ്ങളിൽ മാല കെട്ടുന്നവരും അടിച്ചുതലിക്കാരുമായിട്ടുള്ള കരപ്പുറ എന്നും പട്ടരുണ്ണി എന്നും വെളിപ്പേരുള്ളവരാണ് അമ്പലവാസി വിഭാഗമാണ് ഇത് നാട്ടുപട്ടർ എന്ന് പറയുന്നത്. ചേർത്തല, ആലപ്പുഴ താലൂക്കുകളിലായിട്ട് കാണപ്പെടുന്നവരാണ് ഈ നാട്ടുപട്ടർ അമ്പലവാസി വിഭാഗക്കാർ. പിന്നെയോ പിടാരൻ നമ്മൾ പറഞ്ഞു. ഭദ്രകാളി ക്ഷേത്രത്തിൽ മദ്യ മാംസാദികൾ എന്ത് ചെയ്യുന്നതാണ്? സമർപ്പിക്കുന്നവരാണ് ആര്? നമ്മുടെ ഈ പറയുന്ന പിടാരർ എന്ന് പറയുന്ന ഒരു വിഭാഗം.